എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മൾ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് സാധാരണ ഒരു തിയറി ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിനാണല്ലോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഞാൻ പറയുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ആണോ? പിന്നെന്താണ് കമ്മ്യൂണിക്കേഷൻ? തിരിച്ച് എങ്ങനെ? പരസ്പരം സംസാരിക്കുന്നതാണോ കമ്മ്യൂണിക്കേഷൻ? എനിക്ക് ഐ വാണ്ട് എ സ്പെസിഫിക് ആൻസർ. വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ? ആശയങ്ങൾ കൈമാറൽ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഒരാൾ പറയുന്നത് അങ്ങനെ പറഞ്ഞാലും പോരാ. ആശയവിനിമയം അതിന്റെ മലയാളം എന്താണ്? ആശയവിനിമയം അല്ല, സിമ്പിൾ ആണ്. അവർ പറഞ്ഞതിലുണ്ട് ആ ഉത്തരം, പക്ഷെ സ്പെസിഫിക് അല്ല. ഞാൻ പറയാം. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതല്ല, കേൾക്കുന്നയാൾ മനസ്സിലാക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. കേൾക്കുന്നയാൾ മനസ്സിലാക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ തെറ്റായിട്ടാണ് മനസ്സിലാക്കുക എങ്കിൽ അവിടെ നടന്ന കമ്മ്യൂണിക്കേഷൻ എന്താ? ആ കേട്ടതാണ്, കേട്ടതല്ല, മനസ്സിലാക്കിയതാണ് കമ്മ്യൂണിക്കേഷൻ. ഇതിനാരാ ഉത്തരവാദി? അവിടെയാണ് പോയിന്റ്. കേട്ട ആളല്ല അതിന് ഉത്തരവാദി, പറഞ്ഞ ആളാണ് ഉത്തരവാദി. കൺവിൻസ് ചെയ്യാൻ അറിയണം. ഇത് ലവിന്റെ കാര്യത്തിലും റൊമാൻസിന്റെ കാര്യത്തിലും ബാധകമാണ്. നമ്മള് സ്നേഹിച്ചാ പോരാ, പ്രേമിച്ചാ പോരാ. പ്രേമം എന്ന് പറയുമ്പോൾ നാണുണ്ട് എല്ലാവർക്കും അല്ലേ? പ്രേമം എന്ന് വെച്ചാൽ എല്ലാവരുടെയും വിചാരം അത് കല്യാണത്തിന് മുമ്പ് മാത്രം. കല്യാണത്തിന് ശേഷം പ്രേമിക്കാറുണ്ടോ? പ്രേമിക്കാറില്ല. കറക്റ്റ്. കല്യാണത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ പ്രേമിക്കേണ്ടത്. പ്രേമം വേറെ ആളെ അത് നിങ്ങള് അതെല്ലാരും പറയണ്ട. ഓക്കെ. പ്രേമം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുന്നതല്ല. നമുക്ക് ആരോടാണോ ഇഷ്ടം, ആരോടാണോ സ്നേഹം, അയാളുടെ മനസ്സിൽ എത്രത്തോളം അത് മനസ്സിലാവുന്നോ അതാണ് പ്രേമം. കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു, അത് എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയാൽ പോരാ. അത് അങ്ങനെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പലപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നതല്ല മറ്റേയാൾ മനസ്സിലാക്കുക, പറയുന്നിടത്ത് തെറ്റുപറ്റുന്നു. ഈ തിയറി സ്നേഹത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം എന്റെ സ്നേഹം മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. അതെ, ശരിയല്ലേ? അവിടെ മറ്റേയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഫീൽ ചെയ്യാത്ത അയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒഴിയാൻ നമുക്ക് വകുപ്പില്ല. സ്നേഹിക്കുന്ന ആൾ തന്നെയാണ് അതിന് ഉത്തരവാദി. കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ. അതെ. സോ മറ്റേയാൾക്ക് എന്റെ സ്നേഹം മനസ്സിലാകാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം. ഞാൻ തന്നെയാണ് ഉത്തരവാദി. അവിടെയാണ് നമുക്ക് ആദ്യത്തെ നമ്മുടെ ഒരു തിരുത്തൽ ആവശ്യം. നമ്മുടെ ഈ ഫാമിലി ലൈഫിലെ ആദ്യത്തെ ഒരു തിരുത്തൽ. സി, മൈ ബെസ്റ്റ് ഹാഫ് ഓർ മൈ പാർട്ട്ണർ ഷുഡ് ബി ലവ്ഡ്. She or he should feel loved. Then only the romance is existing. മനസ്സിലാകുന്നുണ്ടോ? അയാൾക്ക് ഞാൻ സ്നേഹിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോൾ മാത്രമേ റൊമാൻസ് നിലനിൽക്കൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇപ്പൊ പറഞ്ഞതാണ് നമ്മുടെ സമൂഹത്തിലെ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ 99% കാരണം. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങളില്ല, പക്ഷെ പ്രശ്നങ്ങളിലേക്ക് എത്താനുള്ള യഥാർത്ഥ കാരണം എന്താണെന്നറിയോ? എന്റെ ഉള്ളിൽ സ്നേഹമുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അത് മനസ്സിലായ എപ്പോഴാണെന്നറിയോ? ഇയാൾ മരിക്കണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ വീടുകളിലൊക്കെ ഒരു ദുരന്തമാണത്. അത് വിവാഹ ജീവിതത്തിൽ മാത്രമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലൊരു രോഗി കിടക്കുന്നു. ആ രോഗി വിശക്കുമ്പം നമ്മൾ അറിയാറില്ല. ആ രോഗി പിന്നെ അവർക്ക് വേദനിക്കുമ്പോൾ നമ്മൾ അറിയാറില്ല. അവര് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് വിളിച്ചുപോയാൽ, ഒരാവശ്യത്തിന് വിളിച്ചുപോയാൽ നമുക്ക് ദേഷ്യം വരും. പക്ഷെ അയാൾ മരിച്ചാലോ? മരിച്ചു കഴിയുമ്പം പിന്നെ ആ ശവം എന്ന് പറയാൻ പാടില്ലോ.
അങ്ങനെ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ നമ്മുടെ ഒരു വിചാരം എന്താണെന്നറിയോ, ഓരോ ജാതിക്കാർക്കും ഈ ഡെഡ് ബോഡിക്ക് പോലും പ്രത്യേക പേരുകളുണ്ട്. ശവം എന്ന് വെച്ചാൽ അത് നമ്മളതല്ല. നമ്മളതാണെങ്കിൽ എന്തോ പറയണം, മയ്യത്ത് അല്ലേ? അങ്ങനെ ആയിപ്പോയി. എന്തുകൊണ്ടായിപ്പോയി? നമ്മളൊക്കെ ഒരു ഗോത്ര സ്വഭാവം സൂക്ഷിക്കുന്നവരാണ്. ഈ ഗോത്ര സ്വഭാവത്തിന് എതിരാണ് ഖുർആൻ നമ്മളെ തിരിച്ചറിയാതെ പോയി. സത്യത്തിൽ എന്താ ഗോത്ര സ്വഭാവം? എന്റെ ഗോത്രത്തിന്റെ എല്ലാ പ്രത്യേകതകളും അതിന്റെ എല്ലാ റിസർവേഷൻസും അറിയാതെ ഞാനങ്ങ് ഏറ്റെടുക്കുക. അറിയാതെ അല്ലേ? ആണല്ലോ, ശരിയല്ലേ? അവരെ ആ ഏറ്റെടുക്കൽ കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദോഷം, ഒരു ക്ലാസിഫിക്കേഷൻ നടക്കുകയാണ് അവിടെ. ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ തോന്നുകയാണ് മുസ്ലിങ്ങളാണ് നല്ലവർ. അങ്ങനെ ചിന്തിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? വളരെ കുറച്ച് പേരുണ്ടാവും. എന്നാലും കുറെ മാറിയവരാണ്. ആ മാറിയവർ പോലും എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം. എത്രയും കൂട്ടാണ്. മുസ്ലിങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട്. ബാക്കി നമ്മുടെ ഗ്രന്ഥങ്ങൾക്ക് എന്തോ പ്രത്യേകതകളുണ്ട്. നമ്മുടെ നേതാക്കന്മാർക്ക് എന്തോ പ്രത്യേകതകളുണ്ട്. നമ്മളാണ് ശരി. അത് ഗോത്ര സ്വഭാവമാണ്. മനുഷ്യന്റെ ഗോത്ര സ്വഭാവമാണ്. ആ മനുഷ്യന്റെ ആദിമകാലം തൊട്ടേ ഉള്ള ഒരു ഗോത്ര സ്വഭാവമാണ്. ഇത് നേരെ തിരിച്ച് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിൽ ചെന്ന് നിങ്ങൾ നോക്കുക. അവരുടെ ചിന്ത എന്താ? അവരാണ് ശരി. They are the best people. അവരുടെ കസ്റ്റം അതാണ് ശരി, ഇല്ലേ? എത്രത്തോളം എന്ന് വെച്ചാൽ ദൈവ സങ്കല്പങ്ങളുടെ കാര്യത്തിൽ പോലും ഓരോരുത്തരും വാശി പിടിക്കുകയാണ്. എന്റെ ദൈവസങ്കല്പം, എന്റെ മതത്തിന്റെ ദൈവസങ്കല്പമാണ് ഏറ്റവും നല്ല ദൈവസങ്കല്പം, അല്ലേ? നിങ്ങൾ മതങ്ങൾ തമ്മിൽ വാശി പിടിക്കുമ്പോ ഒരു ആൾക്കും പറയാനുണ്ടാവും. വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കല്ലിനെ ആരാധിക്കുമോ? എല്ലാ മുസ്ലിങ്ങളും പറയുന്ന, എല്ലാ ക്രിസ്ത്യാനികളും പറയുന്ന, അല്ലേ? ആരെങ്കിലും കല്ലിന്റെ ഒരു രൂപത്തെ ആരാധിക്കുമോ? ആരാധിക്കാൻ പാടുണ്ടോ? ഇല്ല. എന്നാൽ ആ കല്ലുകളെ ആരാധിക്കുന്നവരോട്, അതിന്റെ മുമ്പിൽ കുമ്പിടുന്നവരോട്, അതിന്റെ മുമ്പിൽ വിളക്ക് കത്തിക്കുന്നവരോട്, അതിനോട് പ്രാർത്ഥിക്കുന്നവരോട് പോയി സംസാരിച്ചാൽ അവർക്ക് പറയാനുള്ളത് എന്താണെന്നല്ലോ? ഞങ്ങൾ ഇതിനോടല്ല പറയുന്നത്. ഇത് മനസ്സിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു കേന്ദ്രം മാത്രം. എന്നാൽ യഥാർത്ഥ ദൈവം ഇതല്ല, ഇതൊരു പ്രതീകം മാത്രം. അവരെ ഇതാരാ പറയുന്നത്? വിഗ്രഹാരാധകർ. ഇനി വിഗ്രഹാരാധകരെ വിമർശിക്കുന്ന നമ്മളെന്താ പറയുന്നത്? ആലോചിച്ചു. നമ്മളും പ്രദക്ഷിണം വെക്കുന്നു, നമ്മളും ചുംബിക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? അതൊരു പ്രതീകം മാത്രം. ശരിയല്ലേ? പക്ഷെ ഇത് പറയുമ്പോൾ പോലും അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് തോന്നിപ്പോകും. വൈ? ബിക്കോസ് ആ ഗോത്ര സ്വഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുന്നില്ല. ഇപ്പോഴും ഗോത്രങ്ങളായി ജീവിക്കാനുള്ള ഒരു ഭാവം. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം മതങ്ങൾ മുന്നോട്ട് വെക്കുന്ന എല്ലാം തെറ്റാണെന്നൊന്നുമല്ല. മതങ്ങൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. പക്ഷേ കാലക്രമത്തിൽ അതിന് മാറ്റങ്ങൾ ഉണ്ടായി. കാലക്രമത്തിൽ അതിന്റെ ലക്ഷ്യങ്ങളിലും അതിന്റെ രീതികളിലും അതിന്റെ റിസൾട്ടിലും 3 മാറ്റം ഉണ്ടായി. ഒരു സംഗതി ഉണ്ടാവേണ്ടത് ഈ 3 കാര്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ഗോൾ. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചത്, എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണം കഴിക്കുന്നതിന് ഒരു ലക്ഷ്യം വേണം. അത് പലപ്പോഴും ഇല്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത് ചോദിച്ചപ്പോൾ ഉത്തരവില്ലാതെ പോയി. അവിടെയാണ് നമ്മുടെ വിവാഹം ആദ്യം പരാജയപ്പെട്ടത്. ലക്ഷ്യമില്ല. രണ്ടാമത് അതിനൊരു രീതി വേണം. ആ രീതിയിലാണ് രണ്ടാമത്തെ പരാജയം. മൂന്നാമത് അതിനൊരു റിസൾട്ട് വേണം. വേണ്ടേ? ഈ റിസൾട്ട് ഇതൊക്കെ നമ്മളിനി ഉണ്ടാക്കിയെടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ പലരോടും കല്യാണത്തിന്റെ റിസൾട്ട് എന്താന്ന് ചോദിച്ചാൽ 4 ഉണ്ടെന്ന് പറയും, അല്ലേ? വിവാഹത്തിന്റെ റിസൾട്ട് അത്രേ ഉള്ളൂ. അതാണ് റിസൾട്ട്. അങ്ങനെ ആയിപ്പോയി മതങ്ങളുടെയും അവസ്ഥ. മതങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഓരോ മതക്കാരനും പരമാവധി അവന്റെ മതത്തിനകത്തേക്ക് എത്ര ആളുണ്ട്, അതാണിപ്പോ റിസൾട്ട്, അല്ലേ? നിങ്ങൾ ഇന്റർനെറ്റ് തുറന്നു നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഭൂമിയിൽ ആകെ 700 കോടി ജനങ്ങളേ ഉള്ളൂ. മുസ്ലിങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ ജനസംഖ്യ ഇപ്പൊ 200 കോടിയാണ്. വളർന്ന് 200 അടുത്തെത്തി. അടുത്ത ഭാവിയിൽ അമേരിക്ക ഞങ്ങൾ ഭരിക്കും,
ഫ്രാൻസ് ഞങ്ങൾ ഭരിക്കും, ഡെൻമാർക്ക് ഞങ്ങൾ ഭരിക്കും, ഇങ്ങനെ അവകാശവാദം. ക്രിസ്ത്യാനികൾ പറയുന്നു ഞങ്ങളുടെ ജനസംഖ്യ നേരത്തെ 260 ഇപ്പൊ 300 അപ്പൊ 300 200 എത്രയും 500 ഒട്ടാകെ 700 ഉള്ളൂ. 125 കോടി ഇന്ത്യയിൽ ഹിന്ദുക്കളുണ്ടെന്നാണ് RSS പറയുന്നത്. അപ്പൊ എത്രയും 625. 200 കോടി ജനങ്ങൾ അത്യസ്റ്റുകളുണ്ടെന്നും നിരീശ്വരവാദികൾ പറയുന്നു. അപ്പൊ എത്രയും 825 കോടി ആയില്ല. ഇനി ഇതിലൊന്നും പെടാതെ ഒന്നും ചിന്തിക്കാത്ത ഒരു ജനവിഭാഗം വേറെ ഉണ്ട് ഇല്ലേ? ഒരു 25 കോടി പിടിച്ചോ, അപ്പൊ 850. ബാക്കി എവിടുന്ന് വന്നു? എല്ലാത്തിനും -25. എന്തുകൊണ്ടാണ് ഈ മതങ്ങൾക്ക് കളവ് പറയേണ്ടി വരുന്നത് ജനസംഖ്യയുടെ കാര്യത്തിൽ? ആ ഗോത്ര സ്വഭാവം, നേരത്തെ പറഞ്ഞ ഗോത്ര സ്വഭാവം. എന്റെ ഗോത്രം വലുത്. ഞാൻ ഇവിടെ പറയട്ടെ, ഇവിടെ അല്ലാഹ് ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് മതത്തെ കുറിച്ചല്ല, മതത്തിൽ ആളെ കൂട്ടുന്നതുമല്ല. പകരം എന്താ പഠിപ്പിക്കുന്നത്? എല്ലാ മതങ്ങൾക്കും അതീതമായി മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമായ, സമാധാനത്തിൽ അധിഷ്ഠിതമായ, ഇത് രണ്ടും കലർന്ന് അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹാപ്പിനെസ്. ഹാപ്പിനെസ്, സന്തോഷപൂർണമായ ഒരു ലോകം, സന്തോഷം നിലനിൽക്കുന്ന ഒരു ലോകം. ആ ലോകത്തിലേക്കാണ് ഈ മനുഷ്യനെ ദൈവം നയിക്കുന്നത്, ഈ പ്രത്യയശാസ്ത്രം നയിക്കുന്നത്. പക്ഷേ ഇതേ പ്രത്യയശാസ്ത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തി? ഇതേ പ്രത്യയശാസ്ത്രത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സമാധാനം നഷ്ടപ്പെടുത്തി, അസമാധാനം സൃഷ്ടിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ലക്ഷ്യം നഷ്ടപ്പെട്ടു, ഭൂമി നഷ്ടപ്പെട്ടു, അവസാനം റിസൾട്ട് നഷ്ടപ്പെട്ടു. എവറിത്തിങ് വി ആർ ലൂസിംഗ്, ബട്ട് വി ആർ ട്രൈങ് ടു റീറ്റെയിൻ ഓർ restore that happiness. You know, സന്തോഷം തിരിച്ചു വരണമെങ്കിൽ ആദ്യം കുടുംബത്തിൽ തിരിച്ചു വരണം, എന്നാലേ ലോകത്ത് മുഴുവൻ സന്തോഷം സംഭവിക്കുക. ശരിയാണോ തെറ്റാണ്? സമ്മതിക്കുന്നുണ്ടോ? കാരണം എന്താണെന്ന് വെച്ചാൽ, സൊസൈറ്റി എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഫാമിലി. ഈ ഫാമിലി, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ എനിക്ക് വീട്ടിൽ സന്തോഷമില്ലെങ്കിൽ പിന്നെ എന്റെ കയ്യിൽ സന്തോഷമുണ്ടോ? എന്റെ കയ്യിൽ സന്തോഷമില്ലെങ്കിൽ സൊസൈറ്റിയിൽ അതെനിക്ക് കൊടുക്കാൻ കഴിയില്ല, എന്റെ കയ്യിലില്ലാത്ത എനിക്ക് കൊടുക്കാൻ കഴിയില്ല. സോ ഇഫ് യു വാണ്ട് ഹാപ്പിനെസ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഫാമിലി. ഇപ്പൊ നമ്മളൊക്കെ നസറുദ്ദീൻ മുല്ലയുടെ അവസ്ഥയിലാണ്. നസറുദ്ദീൻ മുല്ലയുടെ കയ്യിൽ നിന്ന് പണ്ടൊരു കോയിൻ നഷ്ടപ്പെട്ടു, എല്ലാവർക്കും അറിയുന്ന കഥയാ. എന്താ? അയാളുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലറ നഷ്ടപ്പെട്ടു. എന്നിട്ട് അയാള് റോഡിൽ കിടന്ന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സുഹൃത്ത് വന്നു. എന്താന്ന് ചോദിച്ചപ്പോൾ എന്റെ പൈസ കാണാതെ പോയി, ഞാനത് അന്വേഷിക്കുക, അയാളും കൂടി അന്വേഷിക്കുക. അങ്ങനെ കുറെ നേരം കൊണ്ട് 10-20 പേരെ എല്ലാരും കൂടി പൈസ എവിടെയും കാണാനില്ല. അവസാനം ചോദിച്ചു, മുല്ലയോട് ചോദിച്ചു, എവിടെയാ കാണാതായത്? ഇവിടെ തന്നെയാണോ? അപ്പൊ പറഞ്ഞല്ല, അത് റൂമിലാണ് കാണാതെ. അപ്പൊ ഇതെന്താ ഇവിടെ അന്വേഷിക്കുന്നത്? അല്ല, റൂമിൽ വിളിച്ചോ? ഇല്ല, ഇവിടെ വിളിച്ചുള്ളത്, അതുകൊണ്ട് ഇവിടെ അന്വേഷിച്ചതാ. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടത് കുടുംബത്തിലാണ്. പക്ഷെ അന്വേഷിക്കുന്ന എവിടെയാ? ബാറിലും ബീച്ചിലും. കിട്ടുമോ? കിട്ടില്ല. നിങ്ങളുടെ സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടത് കുടുംബത്തിലാണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് അറ്റ് ഹോം. റൈറ്റ്? ശരിയാണോ? മിണ്ടാതിരിക്കുന്നുണ്ട്. യെസ്. സോ വി ആർ ട്രൈങ് ടു റിസ്റ്റോർ ഇറ്റ്. പണ്ടൊരു സൂഫിയുടെ ഒരു സംഭവമുണ്ട്. അയാള് എന്നെയും നവാസിനെയൊക്കെ പോലെ വലിയ മുണ്ട് മുറുക്കിയിട്ട് ഇറങ്ങി ഈ സമൂഹത്തെ നന്നാക്കാൻ. ഇതിപ്പോ ഞങ്ങളെ പറയാൻ മതിയല്ല, കുടുംബം വെച്ചിട്ട് സമൂഹം നന്നാക്കല്ല, അല്ലെ? വരാതിരിക്കണം. ഉണ്ടാവും മിക്കവാറും ആളെ കിട്ടാനില്ല എന്ന് പറയും, കാണാനില്ല. ഇസ്മായിലിന്റെയൊക്കെ മുഖം ചൂടിയിട്ടുണ്ട് ഇപ്പൊ പറയുന്നത്. എന്താ ഈ സമൂഹത്തെ നന്നാക്കി കളയാതെ ആത്മാർത്ഥമായിട്ടാണ് ഇറങ്ങുന്നത്, ആത്മാർത്ഥതയില്ലാതെ ഒന്നുമല്ല. വളരെ കഷ്ടപ്പെട്ടു, 10 വർഷം പണിയെടുത്തു. 30-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. 40-ാമത്തെ വയസ്സെത്തിയപ്പോ അയാൾ നല്ലൊരു മാനേജ്മെന്റ് എക്സ്പേർട്ടിനെ പോലെ ഒന്ന് നിന്നിട്ട് സമൂഹത്തിലേക്ക് നോക്കി, എന്ത് മാറ്റമുണ്ടായി സമൂഹത്തിൽ? എന്തായിരുന്നു സർ മാറ്റം? ഒരു മാറ്റം ഉണ്ടാവില്ല, ഒരു മാറ്റം ഉണ്ടായില്ല. 10 കൊല്ലം പോയി ഈ മനുഷ്യന്റെ. അപ്പൊ 40-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ ദൈവത്തോട് ഒരു പുതിയൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധത്തിൽ ഊന്നിയുള്ള പ്രവർത്തനം, അതാണ് പ്രാർത്ഥന. സ്വയം നന്നാവുക അതിന്റെ ഒരു സ്റ്റെപ്പാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. സി പ്രാർത്ഥന ആദ്യ ഹസനത്തൻ ഹസനത്തൻ ഖുർആനിലെ ഒരു വചനമാണ്.
നമ്മള് മിക്കവാറും 5 നേരത്തെ നമസ്കാരത്തിന് ശേഷം മുസ്ലിയാർ ഇത് പറയും, നമ്മളിത് കേട്ടിട്ട് ആമീൻ പറയും, ഇല്ലേ? ഈ പറയുന്ന മുസ്ലിയാർക്ക് ചിലപ്പോൾ ഇതിന്റെ അർത്ഥം അറിയില്ല, നമുക്ക് എന്തായാലും അറിയില്ല. നമ്മളിങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പള്ളിയിൽ ഇരിക്കും. അപ്പൊ 4 റക്അത്ത് കഴിയുമ്പോ ഒരു സ്വലാത്ത് ഉണ്ട്, ഇല്ലേ? ആ സ്വലാത്ത് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന സമയം, അപ്പൊ ഉറക്കും നമ്മൾ. എന്നിട്ട് രണ്ടാമത് പിന്നെ വീണ്ടും തക്ബീർ കേൾക്കുമ്പോൾ ഒന്ന് ഉണരും, കണ്ണൊക്കെ തിരുമ്പി കഴിഞ്ഞിട്ട് അവസാനം അയാൾ റുക്കൂവിൽ പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അല്ലാഹു അക്ബർ കൂടും, ഇല്ലേ? ആ എന്തൊരു അപ്പാർത്ഥമായിരുന്നു. ഞാനിങ്ങനെ നോക്കുമ്പോ എന്റെ ഒരു അനിയനുണ്ട്, ഇവൻ പിന്നെ ഈ സ്വലാത്തിന്റെ സമയത്ത് വാതിൽ ചാരിന്ന് ഉറങ്ങിയതാ. രണ്ടാമത് മുസ്ലിം അല്ലാഹു അക്ബർ പറയുമ്പോൾ ഇവൻ എഴുന്നേക്കുന്നില്ല. അപ്പൊ ആരോ ഇങ്ങനെ തട്ടി ഇവൻ എഴുന്നേറ്റ് കൈ കെട്ടിട്ട് അല്ലാഹു അക്ബർ കേൾക്കൊണ്ട് തിരിഞ്ഞു. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് ഇവന് ഇരുന്നുറങ്ങിയത്. അങ്ങനെ തന്നെ നമുക്കറിയാതെ റബ്ബനാത്തിന എന്ന് പറയുമ്പോ എന്താത്തിന ആമീൻ എന്ന് നമ്മൾ പറഞ്ഞു. ഈ ആമീൻ എവിടെ നിന്ന് വന്നു? എന്താ ആമീൻ? എന്താ അതിന്റെ അർത്ഥം? Nobody knows. അറിയാമോ? ആർക്കറിയാം? അങ്ങേര് പറഞ്ഞതുപോലെ. എന്നാരാ പറഞ്ഞത് അർത്ഥം? എന്നാരാ പറഞ്ഞത്? അതും ഏതോടെ അങ്ങേര് പറഞ്ഞു തന്നു. അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടത്. You didn't get anything by yourself. അല്ലേ? നമ്മളായിട്ട് ഒന്നും അന്വേഷിച്ചില്ല, ഒന്നും കണ്ടെത്തിയില്ല. എല്ലാം മറ്റുള്ളവർക്ക് വിടുക. അവര് ചെയ്യട്ടെ, അതങ്ങ് ഏറ്റെടുക്കാം, അല്ലേ? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു അർത്ഥമുണ്ട് അതിന്. എന്താ? എനിക്ക് പോരാ, നമുക്ക്, ഞങ്ങൾക്ക് പോരാ, നമുക്ക്. ആരെയും നമ്മൾ? നമുക്ക് ഇന്നും എന്നും നല്ലത് സംഭവിക്കണം എന്നാണ് ആ വാചകത്തിന്റെ മലയാളം, അല്ലേ? ഇന്നും എന്നും നല്ലത് സംഭവിക്കണം, ഇന്നും എന്നും. ഭാരതീയ സംസ്കാരത്തിൽ പറയുന്ന ഒരു വചനമുണ്ട്, എന്താണ്? ലോക സമസ്ത സുഖിനോ ഭവന്തു. അതിന്റെ അറബിയാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ. നമ്മളത് തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമല്ല, എന്തിനു വേണ്ടി ഇത് പറയണമെന്ന് തിരിച്ചറിഞ്ഞില്ല. എന്തിനു വേണ്ടി ഇത് പറയണം? ഇത് പറയണമല്ലോ, ഒരു സംശയം വേണ്ട അതില്. എനിക്ക് അതിനോട് വിയോജിപ്പില്ല. നിർബന്ധമായും കഴിയുന്ന ദിവസം 5 നേരമല്ല 50 പ്രാവശ്യം നിങ്ങൾ ഇത് പറയണം. അർത്ഥമറിഞ്ഞ് ആരോട് പറയണം? നമ്മുടെ മനസ്സിനോട് പറയണം. ഞാൻ എന്റെ മനസ്സിനോട് പറയണം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നല്ലത് സംഭവിക്കണം, ഇന്നും എന്നും. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നല്ലത് സംഭവിക്കണം. അതാണ് പ്രാർത്ഥന. പോരാ, അതിനു വേണ്ടി പ്രവർത്തിക്കണം. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പ്രാർത്ഥന. പക്ഷെ നമ്മുടെ പ്രാർത്ഥന എന്താ? നമ്മൾ വിചാരിക്കുകയാണ് അപ്പുറത്തൊരു ഹെഡ് ഓഫീസർ ഉണ്ട്, അതിന്റെ കീഴിൽ കുറെ സബ്സിഡിയറി ഓഫീസർമാരുണ്ട്. എല്ലാരും കൂടെ നമ്മൾ പറയുന്നത് ചെയ്ത് വെച്ചേക്കും. അവിടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിരിക്കും, അല്ലേ? പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ കോഴിക്കോട് ബീച്ച് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ? ഒരു ഞങ്ങളുടെ നാട്ടുകാർ, നിങ്ങളുടെ നാട്ടുകാർ പറയുന്നില്ല, ഞങ്ങളുടെ നാട്ടുകാർ തലയിൽ കെട്ടും മുൻകൈ കുപ്പായൊക്കെ ഇട്ടിട്ട് പോവാണ്. എങ്ങോട്ട്? മൈശറയിലേക്ക്. മൈശറയിൽ അള്ള ഒരു കസേരയിൽ ടാബ്ലറ്റ് ഇട്ടിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്യാണ് എല്ലാരെയും. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാർ കാക്ക അതിലേക്ക് നടന്നു പോവാ. അല്ല ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നു ചോദിച്ചു. അല്ല, ഇവിടെ ഇങ്ങനെ ചോദ്യം പറച്ചിലൊക്കെ നീ കാണുന്നില്ല, ഇത് മൈൻഡ് ചെയ്യാതെ നീ അങ്ങോട്ടെങ്ങോട്ടാ പോകുന്നു ചോദിക്കാൻ പറഞ്ഞു. അത് അല്ല, ഈ സ്വർഗം നമുക്ക് റിസർവ് ചെയ്തതല്ലേ, പിന്നെ നമ്മളോടൊന്ന് ചോദിക്കാൻ എങ്ങനെയല്ല നമ്മളെ ചോദിക്കാൻ? മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം ചെയ്താലും അവസാനം ഈ പ്രസംഗത്തിന്റെ അപ്പുറം ഇടുന്ന പറയുന്നത്. അത് എന്താണെങ്കിലും ഒരു ഗുണം പറയോ? എന്ത് തെമ്മാടിത്തരവും ചെയ്തോളൂ. ഞങ്ങളുടെ നാട്ടിൽ നല്ല നല്ല മിടുക്കനായ ഒരു കള്ളുകൂടിയുണ്ടായിരുന്നു. ഇയാളെ കള്ളുകൂടി ഇല്ലാതാക്കാൻ ഞങ്ങൾ കുറെ ആൾ കൂടി ഇയാളെ പുറകെ കൂടി കൗൺസിലിംഗ്. അവസാനം തിരിച്ചയാൾ ഇങ്ങോട്ടും കൗൺസിൽ ചെയ്യാം. നമ്മളെ കിടക്ക് വെച്ചൊരു ചോദ്യം അയാളോട് ചോദിച്ചു, എല്ലാം നീ ഇങ്ങനെയൊക്കെ പറയുന്നു, അവസാനം മരിച്ചിട്ട് അടുത്തുമ്പോ അല്ല ഞാൻ തമാശ പറഞ്ഞാന്ന് പറഞ്ഞാല് എനിക്ക് ഇവിടെയില്ല അവിടെയില്ല, രണ്ടും നഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലെങ്കിൽ ഞാനിവിടെ നന്നായി ജീവിച്ചില്ല, അത് കിട്ടൂലേ? ഇത് പറയുമ്പോ എനിക്കൊരു സംശയം, ചെറുപ്പം ഇങ്ങനെ ആയിപ്പോയാലോ? ഇങ്ങനെ ഒരു സംശയത്തിൽ ഊന്നിയ ഒരു വിശ്വാസവും കൊണ്ടാണ് നമ്മളെല്ലാവരും നടക്കുന്നത്, ആണല്ലോ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ?
വിശ്വാസം എന്ന വാക്കിനെ ഏറ്റെടുത്തതാണ് പ്രശ്നം. വിശ്വാസമല്ല, ബോധ്യപ്പെടലാണ് ആവശ്യം. ബോധ്യമാണ് ആവശ്യം. മനസ്സിലായി? ആ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നില്ല. എന്തുകൊണ്ട് കടന്നില്ല? ഈ വാക്കുകൾ പറയുമ്പോൾ ഏറ്റെടുത്തു. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ഓരോ ആള് പറഞ്ഞു തരുന്ന വാക്കിലേക്ക് ഒരങ്ങോട്ട് പറഞ്ഞു തന്നു, ഞാൻ ഏറ്റെടുത്തു. ആമീനിന്റെ അർത്ഥം അതങ്ങ് വിശ്വസിച്ചു. ഇല്ലേ? അവിടെയല്ല, അതിനപ്പുറത്തേക്ക് ഒരു ബോധ്യപ്പെടലിലേക്ക് നമ്മൾ പോയില്ല. അവിടെയാണ് പ്രശ്നം. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് പറഞ്ഞു, നമുക്ക് വേണ്ടി ഇത് റിസർവ് ചെയ്തതല്ലേ? അത് അല്ല തിരിച്ചു പറഞ്ഞെന്താണ്? നിങ്ങൾക്ക് റിസർവ് ചെയ്ത് തന്നെയാണെന്ന് വിചാരിച്ചോ? എന്നാലും ഒരു ചോദ്യം ഞാൻ ചോദിച്ചോളെ, അതിന് ഉത്തരം പറഞ്ഞിട്ട് നീ പോയിക്കോ. അപ്പൊ ചോദിച്ചു, എന്താണുള്ള ചോദ്യം? അല്ല പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു സാധനം തന്നിരുന്നു, അത് നിനക്ക് മാത്രമേ തന്നിട്ടുള്ളൂ, വേറെ ആർക്കും കൊടുത്തിട്ടില്ല. നീ അതെന്ത് ചെയ്തു? എന്തായിരുന്നു സാർ? ദൈവം നിനക്ക് മാത്രം തന്ന സാധനം ബുദ്ധി, നിന്റെ ബുദ്ധി. അത് നീ എന്ത് ചെയ്തു എന്നാണ് ഈ മനുഷ്യന്റെ ഉത്തരം. എന്തായിരുന്നു അറിയോ? അല്ലാതെ ഞാനതൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ കെട്ടിപ്പൊതിഞ്ഞിട്ട് ഞാൻ തിരിച്ചുകൊണ്ടുവന്നിട്ട് ഇതുവരെ തൊട്ടിട്ടില്ലായിരുന്നത്. അല്ലേ? എത്ര പേർക്ക് പറയാൻ കഴിയും, എന്റെ ബുദ്ധി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്റെ ജീവിതത്തിന് വേണ്ടി, എന്റെ ബോധ്യത്തിന് വേണ്ടി, ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി എന്റെ ബുദ്ധി ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? കുറച്ചൊക്കെ വരാ. അത് കൂടുതൽ എല്ലാം ഉപയോഗപ്പെടുത്തണം. എല്ലാം കുറച്ച് നേരത്തെ എന്നോട് ഇവിടുന്ന് ആരും ചോദിച്ചു, ഇതിന് ആളെ വേണ്ടി എന്തായാലും ചൂണ്ടിക്കാണിക്കുന്നില്ല. ഈ ഖുർആൻ എങ്ങനെയാ മനസ്സിലാവുക? എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരുടെയും ഒരു സംശയമാണ്. ഇത് പറഞ്ഞു തരാൻ ആരെങ്കിലും വേണ്ടേ? അപ്പോഴല്ലേ മനസ്സിലാവും. തെറ്റായ ധാരണയാണ് ഇപ്പൊ. ഇത് പറഞ്ഞു തരാൻ ഒരാളും വേണ്ട. ഇത് പറഞ്ഞു തരേണ്ട ആൾ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു തരേണ്ടയാൾ പണ്ടേ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഇപ്പൊ മനസ്സിലാവുന്നില്ല പലർക്കും? അതാണ് ബാക്കിയാവുന്ന ചോദ്യം. അതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഉത്തരം, ഒന്ന്, നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്നില്ല. രണ്ട്, കുറെ നൂറ്റാണ്ടുകളായി ഈ വെളിച്ചത്തിന്റെ മേലെ ധാരാളം അഴുക്കുകൾ വീണിട്ടുണ്ട്. പണ്ട് ഭിക്ഷക്കാരൻ ഇങ്ങനെ ഭിക്ഷ അയച്ചുകൊണ്ട് നടക്കുകയാണ്. ഒരു പാത്രവും എല്ലാവരും തുട്ടുകൾ ഇട്ട് കൊടുക്കുമല്ലോ. അവസാനം ഒരു സ്വർണ്ണക്കടക്കാരന്റെ മുമ്പിൽ എത്തിയപ്പോൾ അയാൾ ഒരു തുട്ടിട്ട് കൊടുത്തു. ആ ശബ്ദം കേൾക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ആ പാത്രം ഒന്ന് നോക്കട്ടെ. അതെന്താന്ന് ചോദിച്ചു. അല്ല, അതിന്റെ ശബ്ദം കേട്ടിട്ട് എനിക്കൊരു സംശയം. ഇയാളിത് വാങ്ങി തുടച്ചു നോക്കുമ്പോൾ നല്ല പത്തരമാറ്റി തങ്കം കൊണ്ടുണ്ടാക്കിയ പാത്രം. ഈ പാത്രത്തിന് കരി പിടിച്ചു പോയിരുന്നു. ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ് ഇയാൾ എന്ത് ചെയ്തത്? ഭിക്ഷയാചിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവം തന്ന സ്വർണ്ണപാത്രത്തിൽ കരി പിടിപ്പിച്ചിട്ട് ആ പാത്രവും കൊണ്ട് ഭിക്ഷയാചിക്കാൻ നടക്കുന്ന സമൂഹമാണ് നമ്മളെന്ന് ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും. അതിന്റെ മേലെയുള്ള കരി തുടച്ചു നീക്കേണ്ടിയിരിക്കുന്നു. ആ കരി തുടച്ചു നീക്കേണ്ടിയിരിക്കുന്നു. ബുദ്ധിമുട്ടാണ്, കുറച്ച് പാടുപെടും, പെട്ടെന്ന് മനസ്സിലാവില്ല. ഇവിടെ നമുക്കിത് മനസ്സിലാകാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം പുറത്ത് പറ്റിയിരിക്കുന്ന കരിയാണ്. ഇതിന്റെ പുറത്ത് പറ്റിയ കരി എന്താണെന്ന് അറിയാമോ? വ്യാഖ്യാനങ്ങൾ. തെറ്റ് ശരിയെന്നില്ല. ഖുർആനിന് വ്യാഖ്യാനമേ വേണ്ട. എല്ലാ വ്യാഖ്യാനങ്ങളും തെറ്റാണ്. ഒരു സംശയവും വേണ്ട. ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യൻ സജീവമായി ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണത്. ആ ഭാഷയ്ക്ക് വ്യക്തമായ അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ മാത്രം എടുത്താൽ മതി. അതിന് വേറെ കൊടുക്കപ്പെട്ടിരിക്കുന്ന അർത്ഥങ്ങൾ എടുക്കരുത്. അതിന്റെ പ്രൈമറി മീനിങ്, പ്രാഥമികമായ അർത്ഥങ്ങൾ മാത്രം എടുത്താൽ മനസ്സിലാവും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സത്യമാണ്. മനുഷ്യന്റെ സന്തോഷം പഠിപ്പിക്കുകയാണ് ഖുർആൻ ചെയ്യുന്നത്. മനുഷ്യന് സന്തോഷപ്രദമായ ജീവിതം. ആ ജീവിതത്തിന് എന്താ വേണ്ടി എന്തൊക്കെ ചെയ്യാം? അല്ലാഹു പറഞ്ഞതാ, നിന്റെ കാഴ്ചപ്പാടുകൾ അത്യുന്നതങ്ങളിൽ വിഹരിക്കുന്നത് നാം കാണുന്നു. നിന്റെ കാഴ്ചപ്പാടുകൾ ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ ഒരു ഓഫറുണ്ട്. നിന്റെ ആ ലക്ഷ്യം നാം പൂർത്തീകരിച്ചു തരും. പ്രൊവൈഡഡ്, ആ ലക്ഷ്യം നിന്നിൽ ഉണ്ടാവണം. തീർന്നില്ല.
അതിനുശേഷം എന്താ പറഞ്ഞത്? എന്താ ആർക്കും ഓർമ്മയുണ്ടോ? ആയത് പല ദുവല്ലിയെന്നൊക്കെ ടിബിലത്തം തന്ന ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം. നിന്റെ ആ ലക്ഷ്യത്തിൽ മാത്രമായിരിക്കണം നിന്റെ മനസ്സ്. ഇപ്പൊ പറയുന്നത് അറിയോ? നീ ആ കിബിലയിലേക്ക് തന്നെ മുഖം തിരിച്ചോളണം. ഹൈസുമാക്കും ഫവല്ല വജൂഹ, നീ എവിടെയായിരുന്നാലും മുഖം കിബിലയിലേക്ക് തിരിച്ചോളണം. അല്ലാതെ അങ്ങനെയല്ല, നീ എവിടെയായിരുന്നാലും നിന്റെ ലക്ഷ്യത്തിൽ ഈ മനസ്സ് ഉറച്ചു നിൽക്കണം. എങ്കിൽ ഫലനുവല്ലിയ നിന്റെ ആ ലക്ഷ്യം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ട്രെയിനിങ്ങുകൾ, മോട്ടിവേഷണൽ സെഷൻസ് ധാരാളം നടത്തുന്ന ആളാണ്. എവിടെയും ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ ഗ്രന്ഥത്തിൽ നിന്ന് കിട്ടിയ അത്രയും വ്യക്തിത്വ വികാസത്തിന്റെ പാഠങ്ങൾ ബേസിക് ഇതിൽ നിന്നാണ്. അതിലൊന്നാമതാണ് നിന്റെ മനസ്സൊരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കണം. ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നിട്ട് എന്താ പറയുന്നത്? നീ എവിടെയായിരുന്നാലും നിന്റെ മനസ്സ് ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം ഹൈസുമാ കുൻതും ഫവല്ലു വജൂഹ. എവിടെയായിരുന്നാലും നിങ്ങളുടെ മനസ്സ്. അവിടെ ദൈവം ഒരു തന്ത്രം കൂടെ പ്രയോഗിച്ചു. എന്താണെന്നറിയോ? അത്രയും നേരം ഏകവചനത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് ബഹുവചനമാക്കി. എന്താ കാര്യം? നിങ്ങൾ ഓരോരുത്തർക്കും ഇത് സാധിക്കുമെന്ന് പറയിപ്പിക്കാനാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും ഇത്. നിങ്ങളുടെ ലക്ഷ്യം അതാണെങ്കിൽ അത് സാധിക്കും. മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഒന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു തീക്കട്ട നിങ്ങളുടെ കയ്യിൽ, കത്തുന്ന തീ നിങ്ങളുടെ കയ്യിൽ തന്നാൽ അത് വായിലിട്ട് വിഴുങ്ങാൻ ധൈര്യമുള്ള എത്ര പേരുണ്ട് ഇവിടെ? നോബഡി. എന്നാൽ ഞാൻ പറയാം, ഞാൻ അതിവിടെ കാണിക്കും. നിങ്ങളിൽ പലരെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല. ഒരു സംശയം വേണ്ട, വെറുതെ പറഞ്ഞതല്ല. മെറ്റീരിയൽ നവാസ് പറയും പോലെ ആശയപരമായിട്ടൊന്നുമല്ല, പദാർത്ഥപരമായിട്ടല്ല. But you can. ഇതെനിക്ക് ഖുർആനിൽ നിന്നിട്ട് കിട്ടിയ ഉറപ്പാണ്. നിന്റെ മനസ്സ് അവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കത് കഴിയും. ഈ ഹാളല്ലെങ്കിൽ ഞാൻ എന്റെ സെഷനുകളിൽ തീയിലൂടെ ആൾക്കാരെ നടത്തിക്കാറുണ്ട്. അമ്പലങ്ങളിൽ കാണാറില്ലേ? നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതിന് ദൈവം വന്നിട്ട് നമ്മളെ സഹായിക്കൊന്നും വേണ്ട. നമുക്ക് മനസ്സിലായാൽ മതി, തീയിലൂടെ നടക്കാം. സിമ്പിളാണ്. മനസ്സിന്റെ ധൈര്യം. പൊട്ടിച്ചിട്ടിരിക്കുന്ന കുപ്പി കഷ്ണങ്ങളുണ്ടല്ലോ, അതിന്റെ മേലെ കൂടി നടത്തിക്കാറുണ്ട് ഞാൻ. കാര്യമൊന്നുമില്ല. മനസ്സിന് ആ ദാർഢ്യമുണ്ടെങ്കിൽ അതിലേറ്റവും ചെറുതാണ് ഈ പറഞ്ഞത്. ഇത് ചെയ്യിക്കാൻ തന്നെയാണ് ഉദ്ദേശം. ഒരു സംശയം വേണ്ട. ഉച്ചക്ക് പോകേണ്ടവർക്ക് പോവാം. സോ ഞാൻ നേരത്തെ ഒരു സൂഫിയുടെ കഥ പറഞ്ഞില്ലേ? ആ കഥ പൂർത്തിയാക്കേണ്ടതാണ്. ആ സൂഫി ദൈവത്തോട് പറഞ്ഞു, ഈ ലോകം മുഴുവൻ നന്നാക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ രാജ്യം, എന്റെ രാജ്യം നന്നാക്കാൻ എനിക്ക് നീ ശക്തി തരണം. അതിനുള്ള സംസ്കാരം നീ എനിക്ക് തരണം. അതിനുള്ള അറിവ് നീ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ മനുഷ്യൻ പിന്നെയും 10 കൊല്ലം പ്രവർത്തിച്ചു. അപ്പൊ 50 വയസ്സായി. 50ാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ രാജ്യം എന്തായിട്ടുണ്ടാവും? ഒന്നാവോ? 50ാമത്തെ വയസ്സിൽ ആ മനുഷ്യൻ 20 കൊല്ലം നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ അയാൾ തീരുമാനിച്ചു, എന്റെ ഈ പ്രദേശം, ഈ കണ്ണൂർ, ഈ തലശ്ശേരി അല്ലെങ്കിൽ ഈ കോഴിക്കോട്, ഈ ചെറിയൊരു നാടിനെ നന്നാക്കാൻ എനിക്ക് ശക്തി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോഴോ 10 കൊല്ലം കഴിഞ്ഞു നന്നാക്കി. അവസാനം ആ മനുഷ്യൻ അപ്പോഴത്തേക്ക് 60 വയസ്സായി. പിന്നെ അയാൾ തീരുമാനിച്ചു, എന്റെ കുടുംബത്തെ നന്നാക്കാൻ അതിനുള്ള ശക്തി എനിക്ക് നീ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിച്ചു 10 കൊല്ലം. അപ്പോഴോ കുടുംബം നന്നാവോ? നന്നാവില്ല. ഡെഫിനറ്റ്ലി നന്നാവില്ല. അപ്പോഴത്തേക്ക് അയാൾക്ക് 70 വയസ്സായി. അന്നാണ് അയാൾ തിരിച്ചറിഞ്ഞത്, എന്നെ നന്നാക്കാനുള്ള ശക്തി എനിക്ക് തരണേ എന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ആ മനുഷ്യൻ അന്ന് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എന്നെ നന്നാക്കാനുള്ള അറിവ്, സംസ്കാരം, ശക്തി എനിക്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രവർത്തിച്ചു തുടങ്ങി. 1 വർഷം കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായി. 1 വർഷം കൊണ്ട് ആ മനുഷ്യൻ ഒരു പുതിയ മനുഷ്യനായി മാറും. അതിനടുത്ത വർഷം അയാളുടെ കുടുംബം പുതിയൊരു കുടുംബമായി മാറും. അതിനടുത്ത വർഷം ആ നാട് ഒരു പുതിയ നാടായി മാറും. ആ സ്വർഗത്തിൽ നമുക്ക് പോകണ്ടെന്ന് തന്നെയാണ് പറയേണ്ടത്. മുജാഹിദ് ശരിയോട് ഞാൻ പറയുന്നത്,
നമുക്ക് ഒന്നിലധികം കല്യാണങ്ങൾ വിവാഹങ്ങൾ കഴിക്കേണ്ടതുണ്ട്. അത് ഭാര്യയ്ക്കും ഭർത്താവിനും. പക്ഷേ രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് അത് രണ്ടാമത്തത് മാത്രമാണ്. പക്ഷേ രണ്ടാമത്തത് എന്ന് പറയുന്നത് ആരെയാണെന്നറിയാം? പ്രകൃതിയെയാണ് കല്യാണം കഴിക്കുന്നത്. രണ്ടാമത്തെ കല്യാണം പ്രകൃതിയെ കഴിക്കണം. ഓരോ ഭർത്താവും ഓരോ ഭാര്യയും അവരുടെ കൂടെയുള്ള ഭാര്യമാരേക്ക് മനസ്സിലിരുത്തിക്കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കണം. അത് പ്രകൃതിയാണ്. പ്രകൃതിയിലുള്ള ഓരോ പ്രതിഭാസങ്ങളെയും വിവാഹം കഴിക്കേണ്ടതുണ്ട്. ഇതിൽ അഭിപ്രായമുണ്ടോ? അഭിപ്രായ വ്യത്യാസമുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ സൊസൈറ്റി നശിച്ചു പോകാൻ കാരണം അതിനെ നമ്മൾ ഇങ്ങോട്ട് നിക്കാഹ് കഴിക്കാത്തതാണ്. ആ പ്രകൃതിയെ നമ്മൾ ഇന്നും ഏറ്റെടുത്തിട്ടില്ല. പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെ മുതലെടുക്കാൻ കഴിയുമെന്ന് ആലോചിക്കുന്നതല്ലാതെ ആ പ്രകൃതിക്ക് ഒരു പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെട്ടിട്ടില്ല. ഉണ്ടോ? അവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോയത്. സോ ഇവിടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഐശ്വര്യ റായിയെയും ടോം ക്രൂസിനെയും ഇപ്പൊ മൊഴിയില്ല മുത്തലാണ്. അത് റെഡി? റെഡിയാണോ? ഇനി അത് വേണ്ട, നമ്മുടെ മനസ്സിൽ വേണ്ട. അത് ഇപ്പൊ നമുക്ക് ഉപേക്ഷിക്കുക. എളുപ്പമല്ലാതെ ഇത് പണ്ടാര് പറഞ്ഞ മാതിരി എന്തായാലും പിന്നെയും തിരിച്ചു വരും. മനുഷ്യന് രണ്ട് മനസ്സുകളുണ്ട്, പോസിറ്റീവ് മൈൻഡ് ആൻഡ് നെഗറ്റീവ് മൈൻഡ്. രണ്ട് മനസ്സുകൾ. ഞാനതിന്റെ ബയോളജിക്കലായ അവസ്ഥയിലേക്കൊന്നും പോകുന്നില്ല. മനസ്സ് എന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇറ്റ്സ് ഓൺലി എ ഫാക്കൽറ്റി, ഇറ്റ്സ് നോട്ട് എൻ ഓർഗൻ. മനുഷ്യന്റെ ഒരു അവയവമല്ല ഈ മനസ്സെന്ന് പറയുന്നത്. എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ എവിടെ? കഴിയില്ല. ശരീരത്തിനകത്താണോ പുറത്താണോ പറയാൻ പറ്റില്ല. എന്നാൽ രണ്ടിടത്തും ഉണ്ടെന്നർത്ഥം. രണ്ടിടത്തും. ഞാനിപ്പോ നിങ്ങളോട് പറയാണ്, നമുക്കൊന്ന് ബുർജ് ഖലീഫ കാണാം. എത്ര സമയമാണ് ബുർജ് ഖലീഫ? മനസ്സിന് സെക്കൻഡുകൾ മതി. സെക്കൻഡുകൾ മതി എന്നല്ല, ഞാൻ ബുർജ് ഖലീഫ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അവിടെ എത്തിയിട്ട് തിരിച്ചു വന്നു. ഇല്ലേ? പോയി വന്നില്ലേ? അതാണ് മനസ്സ്. നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ അത് പോയി വന്നു. അപ്പൊ അത് പുറത്താണ്. ഇനി ഞാൻ പറയാണ്, നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മനസ്സെങ്ങോട്ട് പോയി? അകത്തേക്ക്. ഇല്ലേ? സോ ഈ മനസ്സ് എന്ന് പറയുന്നത് ഒരു പരിമിതിയില്ലാത്ത ഒരു സാധനമാണ്. അതിന് പരിമിതിയൊന്നുമില്ല. എവിടെ വേണമെങ്കിലും പോകാം. 450 കോടി ലൈറ്റ് ഇയേഴ്സ്, പ്രകാശവർഷം. 450 കോടി പ്രകാശവർഷം. അതിനപ്പുറത്തിരിക്കുന്ന ഒരു നക്ഷത്രത്തെ ശാസ്ത്രം കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി? അതിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ കണ്ടെത്തി. എന്നിട്ട് ശാസ്ത്രം തന്നെ പറഞ്ഞു, ഇപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. കാരണം 450 കൊല്ലം മുമ്പ് പുറപ്പെട്ട പ്രകാശമാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഈ സമയം കൊണ്ട് അത് നശിച്ചില്ലെന്ന് അറിയില്ല. പക്ഷേ ഞാനിത് പറയുമ്പോൾ 450 കോടി അപ്പുറത്തുള്ള നക്ഷത്രത്തെ നിങ്ങളുടെ മനസ്സിൽ കഴിയും. കണ്ടില്ലേ? മനസ്സ് അവിടെ വരേക്കും പോയി. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് ഈ മനസ്സിന് രണ്ടവസ്ഥകളുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ കപ്പിത്താനാണ് ഈ മനസ്സ്. ജീവിതമാകുന്ന കപ്പലിന്റെ കപ്പിത്താനാണ് മനസ്സ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അല്ലെങ്കിൽ താങ്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ ആളും അവരവരോട് ചോദിക്കുക, ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ? പറയാം. എന്റെ ഐഡിയ, എന്റെ മനസ്സ്. എന്റെ മനസ്സാണ് ഞാൻ. എന്റെ ശരീരമല്ല. എന്റെ ശരീരമല്ല. നമ്മൾ പരമാവധി അലങ്കരിക്കുന്നത് എന്തിനെയാണ്? ശരീരത്തെയാണ്. മനസ്സിനെയാണ് അലങ്കരിക്കേണ്ടത്. മനസ്സിനെയാണ് ശുദ്ധമാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് 7 മണൽ കൂട്ടിയിട്ട് തുടച്ചോളണം എന്ന് പറയുമല്ല. അങ്ങനെ തുടച്ചാൽ വൃത്തിയാവാത്ത ഒരു ഞാനുണ്ട്. ആ എന്നെയാണ് ശുദ്ധീകരിക്കുന്നത്. ആ ഞാനെന്ന് പറയുന്നത് എന്റെ മനസ്സ്, എന്റെ ചിന്തകൾ. അത് നയിക്കുന്ന വഴിക്ക് ഞാനങ്ങ് പോകും. ആ ചിന്ത നയിക്കുന്ന വഴിക്ക് ഞാനങ്ങ് പോകും. ഈ ശരീരം എന്ന് പറയുന്നത് ആ മനസ്സിന്റെ ആജ്ഞകൾ അനുസരിക്കാനുള്ള ഒരു വാഹനം മാത്രമാണ്. ഈ വാഹനത്തിന്റെ കപ്പിത്താൻ, ഡ്രൈവർ, പൈലറ്റ്, വാട്ട് എവർ യു ക്യാൻ കോൾ, ദാറ്റ്സ് ദ മൈൻഡ്. ആ മനസ്സ് ഒന്നല്ല, രണ്ടെണ്ണം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. രണ്ടെണ്ണം. വൺ പോസിറ്റീവ് മൈൻഡ് ആൻഡ് നെഗറ്റീവ് മൈൻഡ്.
മനസ്സിലായി? സി ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ഈ ക്ലാസ്, ഈ സെഷൻ, ഇതിനു വേണ്ടി ക്ഷണിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ രണ്ട് മനസ്സ് ഉണർന്നു. പോകണോ വേണ്ടയോ? പോകണോ വേണ്ടയോ? ഉണർന്നില്ലേ? ചിലപ്പോൾ നവാസ്ക 10 പ്രാവശ്യം വിളിക്കേണ്ടി വന്നിട്ടുണ്ടാവും ഒന്നാമത് പുറപ്പെട്ടു വരാൻ, അല്ലേ? എന്താ പോകണോ വേണ്ടയോ? ഇതിൽ പോകണം എന്ന് പറയുന്ന ഒരു മനസ്സും പോകണ്ട എന്ന് പറയുന്ന മറ്റൊരു മനസ്സും, ഇല്ലേ? ഇതിൽ നെഗറ്റീവിനെ കീഴ്പ്പെടുത്തി പോസിറ്റീവിനെ സ്ഥാപിക്കലാണ് ഖുർആനിന്റെ ഡ്യൂട്ടി. മനസ്സിൽ നിന്ന് ആ നെഗറ്റീവിനെ കീഴ്പ്പെടുത്തിയെന്നേ പറയാൻ പറ്റൂ, ഇല്ലാതാക്കാൻ പറ്റില്ല. അതിന് ഇടക്കിടയിൽ പൊന്തി വരും. എത്ര തന്നെ ശ്രമിച്ചാലും പൊന്തി വരും. പിന്നെയും ആ പൊന്തി വരുമ്പോൾ വീണ്ടും അതിനെ കീഴ്പ്പെടുത്താൻ ആര് വേണം? അവിടെയാണ് അത്ഭുതം. ഇതിനെ പോസിറ്റീവ് മൈൻഡ് തന്നെ കീഴ്പ്പെടുത്തണം, വേറൊന്നിനെ കിട്ടില്ല കീഴ്പ്പെടുത്താൻ. എന്റെ നെഗറ്റീവ് മൈൻഡിനെ താങ്കൾക്ക് കീഴ്പ്പെടുത്താൻ പറ്റില്ല. എന്റെ നെഗറ്റീവ് മൈൻഡിനെ ആര് കീഴ്പ്പെടുത്തണം? എന്റെ പോസിറ്റീവ് മൈൻഡ് കീഴ്പ്പെടുത്തണം. ഈ പോസിറ്റീവ് മൈൻഡിനെ ശക്തിപ്പെടുത്തുക എന്നൊരു പ്രക്രിയയാണ് മനുഷ്യൻ നന്നാവുക എന്ന് പറഞ്ഞാൽ. സിമ്പിൾ. പോസിറ്റീവ് മൈൻഡിനെ ശക്തിപ്പെടുത്തുക. അതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് മെഡിറ്റേഷൻ, ധ്യാനം. ധ്യാനം ഏത് മതത്തിന്റെ ചടങ്ങുകളല്ല, അത് മനുഷ്യന് ആവശ്യമുള്ളതാണ്. ആ ധ്യാനവും സമയമുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്യും. ഇവിടെ കുറച്ച് അതൊക്കെ ശീലിക്കണം. ഞങ്ങളുടെ സെഷനുകളിൽ പലരും അത് അനുഭവിച്ചുകൊണ്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള ക്ലാസ്സിലൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ കുറച്ചു നേരം നമുക്കത് ചെയ്യും. കാരണം എന്റെ ഉള്ളിലുള്ള പോസിറ്റീവ്സിനെ എനിക്ക് തന്നെ അറിയില്ല. എന്റെ ഉള്ളിൽ എനിക്ക് ആവശ്യമായ എല്ലാ പവേഴ്സും ഉണ്ട്, എല്ലാ ശക്തിയും എന്റെ മനസ്സിനകത്തുണ്ട്, എല്ലാ കഴിവുകളും എന്റെ മനസ്സിലുണ്ട്. പക്ഷേ ആ മനസ്സിൽ തന്നെ തിരിച്ചറിയുന്നില്ല ആ കഴിവുണ്ട് എന്ന്. വൺസ് അത് ഉണർന്നു കഴിയുമ്പോൾ മാത്രമേ മനസ്സിലറിയൂ ആ കഴിവുണ്ട് എന്ന കാര്യം. അത് തിരിച്ചറിയണം. അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ മനസ്സ് അതിന്റെ ദുർബലമായ അല്ലെങ്കിൽ നെഗറ്റീവായ വശത്തെ അത് തന്നെ കീഴ്പ്പെടുത്തിക്കൊള്ളും. ആൻഡ് ദെൻ അത് കഴിയുമ്പോഴാണ് ഞാനാവുക, ശരിക്കും ഞാനാവുക. There's an Einstein inside you. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഐൻസ്റ്റൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഉണ്ട്. പക്ഷേ അത് ഉറങ്ങിട്ടില്ല ഇതുവരെ. അതങ്ങനെ കിടക്കുക, അതിനെ ഉറക്കിക്കിടത്തിയിരിക്കുകയാണ്. ആരാ അതിനെ ഉറക്കിക്കിടത്തിയത്? നമ്മളാണ് ഉറക്കിക്കിടത്തിയത്. അതിനെ ഉറക്കിക്കിടത്താൻ കാരണമായതാരാ? ഈ സൊസൈറ്റിയാണ്, ഇവിടുത്തെ സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റം മാറണമെങ്കിൽ റിവേഴ്സ് ഓർഡറിൽ നമ്മുടെ പോസിറ്റീവ് ഉണരണം. എന്നിട്ട് അതിങ്ങനെ പ്രചരിക്കണം ഭൂമി മുഴുവൻ. അങ്ങനെ നാളെ പോസിറ്റീവ് മാത്രം ചിന്തിക്കുന്ന ഒരു ജനത. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഭൂമിയിൽ 160 കോടി മുസ്ലിങ്ങളുണ്ട്. 1,40,00,000 ജൂതന്മാരുണ്ട്. മനസ്സിലാക്കണം, ഓൺലി 1,40,00,000. അതിന് 70 ലക്ഷം ഇസ്രയേലിലും ബാക്കി 70 ലക്ഷം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും കൂടിയാണ്. നേരെ പകുതി. ഇങ്ങനെയാണ് അതിന്റെ കണക്ക്. പക്ഷേ ഈ 160 കോടി മുസ്ലിങ്ങളിൽ 10-ൽ താഴെ പേർക്ക് മാത്രമേ ഇതേവരെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ 1,40,00,000 ജൂതന്മാരിൽ 300 ചില്ലുവാനും പേർക്ക് നോബൽ പ്രൈസ് കിട്ടും. എങ്ങനെയാ പറയാം? പലരും ചിന്തിക്കുക എന്താണെന്നറിയോ? ഈ ജൂതന്മാർക്ക് അള്ളാഹ് പ്രത്യേകിച്ച് എന്തോ ഒരു കഴിവ് കൊടുത്തു. അങ്ങനെ ചിന്തിക്കും. അള്ളാഹു അങ്ങനെ ദൈവം അല്ലെങ്കിൽ സൃഷ്ടാവ്, നിങ്ങൾ എന്ത് വിളിച്ചാലും പ്രശ്നമില്ല. ആ ശക്തി, ആ പവർ, ആ സൃഷ്ടാവ് ഒരു ജനവിഭാഗത്തിനെ ചെറുതാക്കുക, ഒരു ജനവിഭാഗത്തിനെ വലുതാക്കുക, അങ്ങനെ ചെയ്യും. ചെയ്യാൻ പാടുണ്ടോ? ചെയ്യുവാന്നുള്ളത് ചോദിക്കുമ്പോൾ മറുപടി പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ. ചെയ്യാൻ പാടുണ്ടോ? ചെയ്താൽ ദൈവം നീതിമാനല്ലാതെ ഇല്ലേ? അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നറിയാൻ ഒരു ശാസ്ത്രജ്ഞനൊരു ഒരു പഠനം നടത്തി. അദ്ദേഹം അതിനുവേണ്ടി 7 വർഷം ഇസ്രായേലിൽ പോയി ജീവിച്ചു, പഠിച്ചു. സിമ്പിളായിരുന്നു ഉത്തരം. ഇസ്രായേലിലെ ഓരോ സ്ത്രീയും ഗർഭിണിയാവുമ്പോൾ തൊട്ട് അവർ കയ്യിലൊരു കണക്കിന്റെ പുസ്തകം കൊണ്ട് നടക്കും, ഒരു സയൻസിന്റെ പുസ്തകം കൊണ്ട് നടക്കും. കാരണം അവർക്കറിയാം വയറ്റിലിരിക്കുന്ന കുട്ടി പുറത്തു നടക്കുന്നത് തിരിച്ചറിയുന്നു, കേൾക്കുന്നു, അതിനോട് പ്രതികരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ
കണക്ക്, ശാസ്ത്രം, ഇത് രണ്ടും മനുഷ്യന്റെ തലച്ചോറിനെ പോസിറ്റീവായി ചിന്തിപ്പിക്കുന്ന ഘടകങ്ങളാണ്. ഈ കുട്ടി ചെറുപ്പം തൊട്ട് ഇത് കേട്ടു തുടങ്ങണം, വളരെ ചെറുപ്പം തൊട്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എനിക്ക് ഗർഭിണിയാവുന്നു ആർട്ടിക്കൽ ഉദ്ദേശം ഇത് പുസ്തകം വെറുതെ കൊണ്ടു നടന്നാൽ പോരാ കേട്ടോ. ഈ ഖുർആൻ പട്ടിൽ പൊതിഞ്ഞിട്ട് ഉമ്മ വെച്ചിട്ട് മേലെടുത്ത് നോക്കുമല്ലോ, എന്നിട്ട് പുണ്യം ഇങ്ങനെ ഒഴുകി വരുന്നതാണ് വിചാരം. അങ്ങനെ പോരാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, രണ്ട് കുട്ടികൾ തമ്മിൽ സംസാരിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവരെവിടെ നോക്കുക? പരസ്പരം കൃത്യമായി സ്ഥലത്ത് നോക്കുന്നുണ്ടാവും രണ്ട് കുട്ടികളും. തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ആരും. നമ്മുടെ ഉള്ളിൽ പരസ്പരം പറയാത്ത പലതും ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് അതുള്ളപ്പോഴാണ് നോക്കാതെ കഴിയാതെ പോവുക. പണ്ടത്തെ ആൾക്കാർ പറഞ്ഞില്ലേ, അവന്റെ നോട്ടം കണ്ടാ അറിയാം കള്ളനാണ്. നമ്മള് ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കാനൊരു മടി. വൈ യു ആർ ഹൈഡിങ് സംതിങ്, സം സില്ലി തിങ്സ്, നോട്ട് സീരിയസ്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാലേ മനസ്സ് തുറക്കും. വളരെ ചെറിയ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് പറയുന്നില്ല. പറയാതെ ഭർത്താവ് ആഗ്രഹിക്കുകയാണ്, ഞാൻ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാക്കിയാതെന്താ? ഭാര്യ വിചാരിക്കുകയാണ്, ഞാൻ പറയാതെ അയാൾക്ക് മനസ്സിലാക്കിയാതെന്താ? എത്ര കാലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്? അങ്ങനല്ലേ? ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലല്ലേ മനസ്സിലാക്കൂ. നിങ്ങൾ ഒരുമിച്ച് താമസിച്ചു, പക്ഷെ ഒരുമിച്ച് ജീവിച്ചില്ല. വെറുതെ നിലനിന്നു. രണ്ടുപേരും ഒരുമിച്ച് രണ്ട് പട്ടികളെ കൂട്ടിലടച്ച പോലെ. വേറെ വഴിയില്ല എങ്ങോട്ടേക്ക് പോകാൻ, അല്ലേ? നമ്മുടെ ചുറ്റും കാണാത്ത ഒരു വേലി, ആ വേലി കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യുന്നു. I should say, we should not exist, we should live together. ഒരുമിച്ച് ജീവിക്കുകയാണ് വേണ്ടത്, ഒരുമിച്ച് താമസിക്കുകയല്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ശ്രമം നടത്തുന്നത്. സോ ഞാൻ പറയട്ടെ, റിയൽ ലൈഫ് റൊമാൻസ് ഈസ് കെപ്റ്റ് അലൈവ് ഈച്ച് ടൈം യു ലെറ്റ് യുവർ സ്പൗസ് നോ he or she is valuated in day-to-day life or everyday life. എല്ലാ ദിവസവും എല്ലാ സമയത്തും ഭാര്യയ്ക്ക് തോന്നണം, ഭർത്താവിന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഭർത്താവിന് തോന്നണം, ഭാര്യയ്ക്ക് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ആ തോന്നൽ മാറിപ്പോകുന്ന രീതിയിലായി പോകുന്നു പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും സംസാരങ്ങളും. അങ്ങനെയല്ല വേണ്ടത്. എല്ലാ ഭാര്യമാർക്കും തോന്നേണ്ടത്, എന്റെ ഭർത്താവിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി ആരായിരിക്കണം? She should be the most important person in your life, in a husband's life, and he should be the most important person in her life. For that, you have to put him or put her first. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരിക്കണം മറ്റേയാൾ, ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലെന്ത് ചെയ്യണം? അയാളെ ഒന്നാം സ്ഥാനത്ത് നിർത്തണം. ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ആരെയൊക്കെ മറികടക്കണം എന്ന് ഞാൻ പറയാം. എഹെഡ് ഓഫ് ഫ്രണ്ട്സ്. മനസ്സിലാകുന്നുണ്ടോ? ബാക്കിൽ കേട്ടോ? ഒന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെക്കാളും മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തായിരിക്കണം ഭാര്യ, ഭർത്താവ്. പോരാ, നമ്മുടെ ഹോബീസ് ഉണ്ടല്ലോ, അതിനേക്കാളും ഒന്നാം സ്ഥാനത്ത്. ഇത് പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നീ അങ്ങോട്ട് ഹോബീസിനേക്കാളും മേലെ ഒന്നാം സ്ഥാനത്ത് ഈ കൂടെയുള്ള ആളായിരിക്കണം. സാറുണ്ടോ? അവരുടെ പ്രൊഫഷൻ. You have to sacrifice your profession for your spouse. You should not sacrifice your spouse for the profession. എന്റെ ജോലി, എന്റെ ഭാര്യ, ഇതിൽ രണ്ടിലും ഏത് തെരഞ്ഞെടുക്കണമെന്ന ഒരു ഘട്ടം വന്നാൽ ഏത് തെരഞ്ഞെടുക്കണം? ഭാര്യയെ തെരഞ്ഞെടുക്കണം. മാത്രമല്ല, ഇപ്പൊ തന്നെ പ്രശ്നമായി. ചിലയാൾക്ക് ഇപ്പൊ തന്നെ ജോലി എന്നാണ് പറയാൻ തോന്നുന്നത്. ഇവിടെ നിങ്ങൾക്ക് ജീവിക്കാൻ ജോലിയില്ലാതെ വെക്കുന്നു, അല്ലേ?
ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അത് തെറ്റായ ധാരണയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സ്നേഹിച്ചു പോയിട്ടുണ്ടെങ്കിലല്ലേ പിരിയാൻ ആഗ്രഹിക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നും ഇവിടെ പ്രശ്നമില്ലാതെ. ബട്ട് വൺസ് യു ആർ എ പാർട്ട്, അപ്പോഴാണ് ഇതിന്റെ വിലയറിയുക. സത്യമാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ വിവാഹം ഒരിക്കലും ഒന്നാമത്തതിന് പകരമാവില്ല. ഒരു സാഹചര്യത്തിലും കാവ്യമാധവൻ ഒരിക്കലും ദിലീപിന് നടുവാരികളെ പോലെ ആവില്ല. ഒരു കാലത്ത് പറയും തെറ്റായ ധാരണയാണ്. മനസ്സിലാവുന്നു? അത് ആ ഘട്ടം എത്തുമ്പോഴാണ് ആദ്യമായി സംഭവിക്കാന്ന് പറയോ, ഒരു കമ്പാരിസൺ വരും മനസ്സിൽ. രാവിലെ ഉറങ്ങിയിരുന്നേക്കുമ്പോ ഇവർ കാപ്പി കൊണ്ട് വരുമ്പോൾ വിചാരിക്കും മറ്റവൾ ഇങ്ങനെയല്ലല്ലോ, കുറച്ചും കൂടി സ്നേഹം ഉണ്ടായിരുന്നു അവിടെ മുഖത്ത് കാപ്പി കൊണ്ട് വരുമ്പോ അല്ലേ. ഭാര്യയാണെങ്കിൽ വിചാരിക്കും അയാൾ അങ്ങനെയല്ല, ഇടയ്ക്ക് വരുമ്പോൾ ചില ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അയാൾ മീൻ മേടിച്ചുകൊണ്ട് വരുമ്പോ അയാൾ നല്ല മീനാ വാങ്ങിക്കുക. ഓരോ കാര്യത്തിലും യു ആർ ഗോയിങ് ടു കമ്പയർ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ അറിയാം, അതുവരെ അറിയില്ല. സോ ഒന്നാം സ്ഥാനത്തായിരിക്കണം മറ്റേയാൾ. അത് എപ്പം ഒന്നാം സ്ഥാനത്തേക്ക് മാറ്റണം? എപ്പം മാറ്റണം? ഇപ്പൊ മാറ്റണം. Are you ready? Yes. From this moment, your partner is number one in your life. Your partner is number one in your life. Now, I demand one thing from you. നിങ്ങളുടെ മക്കളെക്കാളും വലുതായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ. നിങ്ങളുടെ പാരന്റ്സിനേക്കാളും വലുതായിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ. മനസ്സിലാകുന്നുണ്ടോ? ഇത് ധരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇതാണ് സത്യം. അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ, കാരണം എന്താണെന്നറിയാമോ, നിങ്ങൾ തമ്മിൽ നിങ്ങളാണെങ്കിലെ രണ്ട് പില്ലേഴ്സ്. ഈ രണ്ട് പില്ലറും സ്ട്രോങ് ആയി ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി നിൽക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സന്തോഷം, സമാധാനമുണ്ട്. അത് ആർക്ക് അനുഭവിക്കാൻ കിട്ടും? മക്കൾക്ക് കിട്ടും. വൺസ് നിങ്ങൾ തമ്മിൽ ആ രമ്യത ഇല്ലെങ്കിൽ നിങ്ങൾ മക്കളെ സ്നേഹിച്ചാലും ഈ കുടുംബത്തിൽ രമ്യത ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറയുമ്പോൾ എന്തെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. വെറുതെ ഞാൻ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ല. ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത്? ശരിയാണല്ലോ, ശരിയാ. സോ നൗ യു ഡിസൈഡ് ഷീ ഓർ ഹി ഈസ് നമ്പർ വൺ ഇൻ ലൈഫ്. തീരുമാനിക്കാൻ കഴിയോ? തീരുമാനിച്ചോ? തീരുമാനിച്ചല്ലോ, റെഡിയാണോ? ആർക്കെങ്കിലും തീരുമാനിക്കാൻ കഴിയാത്തവരായി ആരെങ്കിലും ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ കേൾക്കാം. ഇല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചോദിക്കാം, എന്റെ ഭാര്യയാണ് അല്ലെങ്കിൽ എന്റെ ഭർത്താവാണ് എന്റെ ജീവിതത്തിലെ ഒന്നാമത്തെ പേഴ്സൺ എന്ന് തീരുമാനിച്ചവരൊക്കെ ഒന്ന് കൈകൊട്ടിക്കുക. യെസ്, വണ്ടർഫുൾ, വണ്ടർഫുൾ. നൗ ദ ഫോർത്ത് ടൈം എന്താണെന്നറിയോ? അത് നിങ്ങൾ മറ്റേയാളോട് പറയണം. ഇപ്പൊ പറയണം, ഇപ്പൊ പറയണം, പറയണം. അത് പറയണം. അറിയാണെങ്കിൽ ഇസ്മയിലിന്റെ സംശയം എന്താണെന്നറിയോ? അത് മൗനമായി പറഞ്ഞാൽ പോലെന്നാ, അത് മൗനമായി പോലെന്നാ. എന്താ പ്രശ്നം എന്നറിയോ? മൗനമായി പറഞ്ഞാൽ മതി, പക്ഷെ മൗനത്തിന്റെ ഭാഷ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന കാലത്ത്, ഇപ്പൊ അറിയില്ല അയാൾക്ക്, നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. കുറച്ച് കാലം കഴിയുമ്പോൾ ഇസ്മയിലിന്റെ മൗനം ഭാര്യയ്ക്ക് തിരിച്ചറിയുന്ന ഒരവസ്ഥ വരും. മനസ്സിലാവില്ലേ? ഭാര്യയുടെ മൗനം എന്താ പേര്? ഷാഹിന. നല്ല പേരാ. ഷാഹിനയുടെ മൗനം ഇസ്മയിലിന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥ വരും. അന്നേരത്തെ മൗനം മതി. പക്ഷെ ഇപ്പൊ പോരാ. യു ഹാവ് ടു യൂസ് വേർഡ്സ്, വെർബലി, വോക്കലി. സോ പറഞ്ഞു കഴിഞ്ഞോ? എല്ലാവരും പറഞ്ഞോ? എല്ലാവരും തൃപ്തരാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും ആ പറഞ്ഞ കാര്യങ്ങൾ റെഡിയാണല്ലോ? നാളെ എന്നെ കുറ്റം പറയരുത്. ഇല്ലായിരുന്നു. ഓക്കെ. Now I really think that your mind are open. ഇപ്പൊ നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കുന്നുവെന്ന് എനിക്കറിയാം. ഇത്രയും നേരം കൃത്യമായി തുറന്നിട്ടില്ല.
ഇപ്പോഴാണ് കൃത്യമായി മനസ്സ് തുറന്നത്. സത്യത്തിൽ ആ മനസ്സ് തുറക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് സ്നേഹത്തിന്റെ പാതയിലേക്ക് പ്രവേശിച്ചു എന്നതിന്റെ ലക്ഷണമാണ്. നൗ ദ സെക്കൻഡ് സ്റ്റെപ്പ്, ആ ഫോണ്ട്നെസ്, ആ സ്നേഹമില്ലേ അതൊന്ന് ഊട്ടി വളർത്തണം. അത് കഴിച്ചിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ റെഡിയല്ലേ അല്ലേ? അത് കഴിച്ചിട്ട് ഭക്ഷണത്തിൽ പോകും. മനസ്സിലായോ? ബോധിക്കുന്നുണ്ട് ആർക്കെങ്കിലും? ഇവിടെ പറയണം, പറയാൻ പഠിക്കണ്ട. ഓക്കെ, സോ ഒരാളെ അയാൾക്ക് വലിയ പരാതി എന്താണെന്ന് വെച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല. അപ്പൊ അയാള് ഡോക്ടർക്ക് പോയിട്ട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല. ഡോക്ടർ പറഞ്ഞു അവിടെയും കുട്ടിയിൽ കൊണ്ട് വന്നാൽ മതി. അപ്പൊ അയാൾ പറഞ്ഞു ഭാര്യയോട് നിനക്ക് ചെവി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വിഷം കണ്ടിട്ടില്ല. അവർക്ക് ചെവി കേൾക്കാൻ പാടില്ല എന്ന് അവരോട് പറയാൻ പറ്റൂല. അവൾ അറിയാതെ വേണം ചികിത്സിക്കാൻ. അതുകൊണ്ട് ഡോക്ടർക്ക് എത്ര ഫീസ് വേണമെങ്കിലും തരാം, ഡോക്ടർ എന്റെ കൂടെ വാങ്ങു പറഞ്ഞു. അങ്ങനെ ഭർത്താവ് ഡോക്ടറെയും കൂട്ടി പോയി. ഗേറ്റിലെത്തിയപ്പോ ഡോക്ടർ പറഞ്ഞു നമുക്ക് ചെക്കപ്പ് ഇവിടെ വെച്ച് തുടങ്ങാം, ഇവിടെ നിങ്ങളുടെ ഭാര്യയെ ഒച്ചത്തിൽ വിളിക്കാൻ പറഞ്ഞു. ഒച്ചത്തിൽ വിളിക്കാൻ പറഞ്ഞു. അപ്പോ അയാൾ അവിടുന്ന് വിളിച്ചു. ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാർ ഭാര്യയുടെ പേര് വിളിക്കാറില്ല ഉണ്ടോ? പെണ്ണുങ്ങളാണെങ്കിൽ അച്ഛനെ ഭർത്താവിനെ എന്താ വിളിക്കാം? കുഞ്ഞിന്റെ അച്ഛൻ, കുഞ്ഞിന്റെ ഉപ്പ. ഇടക്കിടക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്. എനിക്ക് സംശയം അത് കേൾക്കുമ്പോ ഇവർക്കൊരു സംശയം ഉണ്ടോ ഇടക്കിടക്ക് ഒരു ഉറപ്പ് വരുത്തുന്നത് കുഞ്ഞിന്റെ ഉപ്പ. എന്താ പേര് വിളിച്ചാൽ ഭർത്താവിന്റെ പേര് വിളിക്കാട്ടോ ഭാര്യ? വിളിക്കാണെന്നല്ല, വിളിക്കണം. മുഹമ്മദ് തന്നെ വിളിക്കാം. എന്താണ്? ഓ വെരി ഗുഡ്. പേരാണ് വിളിക്കേണ്ടത്, പേര് തന്നെയാണ് വിളിക്കേണ്ടത്. നിങ്ങൾക്ക് നമ്മുടെ കേരളീയ സംസ്കാരത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂടെ പിന്നെ ഇക്കാന്നോ അങ്ങനെ കൂട്ടിച്ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പേര് വിളിക്കണം. ബിക്കോസ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലവബിൾ വേർഡ് ഫോർ എ ഹ്യൂമൻ ബീയിങ്. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള വാക്യത അയാളുടെ പേരാണ്. മനസ്സിലായി? അയാളുടെ പേരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ. ആ പേര് വിളിക്കണം, വിളിക്കാതിരിക്കും. ഓക്കെ, സോ ഇയാൾ അവിടെ നിന്ന് വിളിച്ചു, എന്തോ എഴുതിയെന്നാണോ പേരാണെന്തോ വിളിച്ചു. പക്ഷെ അപ്പുറത്ത് മറുപടിയില്ല. അപ്പൊ ഡോക്ടർ പിന്നെ അനാലിസിസ് ഷീറ്റിൽ എഴുതി വെച്ചു, ഇത്ര ദൂരം വിളിച്ചിട്ട് കേൾക്കുന്നില്ല. ശരിയാക്കലാണല്ലോ പ്രശ്നം. പിന്നെ നടന്നു പോയി വീടിന്റെ ഫസ്റ്റ് ഡോർ ഫ്രണ്ട് ഡോർ കയറുമ്പോ അവിടുന്ന് വീണ്ടും വിളിച്ചു, അപ്പോഴും കേൾക്കുന്നില്ല. അത് എഴുതി. പിന്നെ അകത്തേക്ക് കടന്നു, കിച്ചന്റെ വാതിൽ നിന്നിട്ട് വിളിച്ചു, ഭാര്യയെ കാണാം, അവൾ അപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുകയാണ്, അപ്പോഴും കേൾക്കുന്നില്ല. അത് എഴുതി. അതിൽ അടുത്ത പോയിട്ട് ഭർത്താവിനെ തട്ടിയിട്ട് വിളിച്ചു. അപ്പൊ അവൾ വെച്ച് എന്താ മനുഷ്യ വിളിച്ചു, അല്ലെങ്കിൽ നിന്നെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു, നീ എന്താ മറുപടി പറയാനെന്ന് ചോദിച്ചപ്പോ അവൾ പറയാണ് ഞാൻ പറഞ്ഞിട്ടെന്താ കഴിഞ്ഞ് നിങ്ങൾക്ക് ചെവിയായിട്ടുണ്ട്. ആർക്കാ ചെവിയേക്കാത്തത്? ആർക്കാ ചെവിയേക്കാത്തത്? ഭർത്താവിനെ കേൾക്കാത്തത്. പക്ഷെ ഇയാളെ വിചാരം അവർക്ക് കേൾക്കൂല. മിക്കവാറും ഭർത്താക്കന്മാരുടെ സ്വഭാവം ഇതാണ് അല്ലേ? ഉള്ള കുറ്റം മുഴുവൻ ഭാര്യയ്ക്ക്. പക്ഷെ തെറ്റുകാരനാണ് വീട്ടിലേക്ക് കയറി വരുമ്പോ കാര്യം നിർത്തിയിട്ട് ഗ്ലാസ് പൊട്ടി ഉടനെ ഭാര്യ ചോദിക്കും ആരെയും ഇവിടെ പോയി അവളുടെ കയ്യിൽ എത്തിയിട്ടും പൊട്ടിയാലോ? നിങ്ങൾ വെച്ച ഗ്ലാസ് അവളുടെ കയ്യിൽ തട്ടി പൊട്ടിയാലോ? അപ്പൊ ചോദിക്കുന്നത് നോക്കിയിട്ട് നടക്കുന്നത് അല്ലേ? ആണല്ലേ? അത് പറയുമ്പോ വെളിയിൽ എന്തോ സന്തോഷം. പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അറിയാം? ബിക്കോസ് ഒറ്റ വാക്കിൽ പറയാം, നമുക്ക് സ്നേഹമുണ്ട്, സൗഹൃദമില്ല. സ്നേഹമുണ്ട്, സൗഹൃദമില്ല. ഈ ഭാര്യയുടെ വിരലൊന്ന് മുറിഞ്ഞാൽ നമ്മുടെ മനസ്സ് വേദനിക്കും. പക്ഷെ ആ വിരലൊന്ന് കെട്ടിക്കൊടുക്കാൻ നമ്മൾ തയ്യാറാവില്ല. ശരിയല്ലേ? ആ വേദനിക്കുന്നത് സ്നേഹമുള്ളതുകൊണ്ട്, കെട്ടിക്കൊടുക്കാൻ തയ്യാറാവുന്നത് എന്താ? സൗഹൃദമില്ലാത്തതുകൊണ്ട്. സോ സ്നേഹത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു വികാരമാണ് സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്. So what I tell you is there should be a friendship beyond love between husband. അപ്പോഴാണ് ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പേര് വിളിക്കാൻ കഴിയുക. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇന്നത്തെ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പരസ്പരം എന്താ വിളിക്കുക? എടാ. കുട്ടികളൊക്കെ പരസ്പരം എടാന്നാ വിളിക്കുക.
അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ നമ്മൾ നോക്കി പോയി ആണാണോ പെണ്ണാണോ ഏതാണ് വിളിക്കുന്നത് നമ്മളല്ലേ. എന്തുകൊണ്ടാണ് അവരുടെ സ്നേഹം, അവരുടെ ഫ്രണ്ട്ഷിപ്പ്, അവരുടെ ബോണ്ട്, അവരുടെ ഫോർമുലസ് അത്ര ആഴത്തിലുള്ളതാണ്. അതാണ് നമുക്ക് നേടിയെടുക്കേണ്ടത്. എല്ലാം സംസാരിക്കാൻ കഴിയുന്ന, എല്ലാം തുറന്നു പറയാൻ കഴിയുന്ന, എല്ലാം ഒരു മടി കൂടാതെ, ഒരു പേടി കൂടാതെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥ. അതിനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഈ പ്രായത്തിലുള്ള ഞാൻ സാധാരണ ഇത്തരം ഒരു സെഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു സെഷൻ സംഘടിപ്പിക്കാറുണ്ട്. എന്താ പറയുക, അത് പാരന്റിംഗ് ആണ്. പാരന്റിംഗ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്സ് ഇൻ സൊസൈറ്റി ആൻഡ് ഇൻ ഫാമിലി. എന്തായാലും നാളത്തെ സമൂഹം നന്നാവണം എന്ന ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബിക്കോസ് ടുമോറോ നെവർ കംസ്. അപ്പൊ ചെയ്യുമ്പോ എപ്പോ ചെയ്യണം? ഇപ്പൊ ചെയ്യണം. നാളത്തെ സൊസൈറ്റി നന്നാവണമെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? ഇന്നത്തെ പാരന്റിങ് നന്നാവണം. അഥവാ നിങ്ങളുടെ മക്കൾ, നാളത്തെ തലമുറ നല്ല നിലയിൽ ജീവിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ നല്ല നിലയിൽ ജീവിക്കണം. ഇത് പക്ഷെ നമ്മൾ ഉൾക്കൊള്ളാറില്ല. നമ്മുടെ മക്കളോട് പറയുന്നറിയോ, നീ പഠിച്ചു നല്ല ഉഷാറാണല്ലോ. അപ്പൊ മക്കള് മനസ്സിലേക്കും ഈ ഉപ്പാക്കത്തെ പഠിക്കാൻ ഇവൻ പിന്നെ അരയാന്റെ കീഴിൽ പോയി ഇതിന്റെ ജീവിതം കളഞ്ഞതാ. എന്നിട്ട് മക്കളോട് പറയാണ്, മോത്തൊക്കെ മോനെ നിന്നെ കുറിച്ച് എനിക്കൊരു സ്വപ്നമുണ്ട്. എല്ലാ അച്ഛന്മാരുടെയും സ്ഥിരം ഡയലോഗാ. മോൻ മനസ്സിൽ ചോദിക്കും അച്ഛൻ സ്വപ്നം ഉണ്ടെങ്കിൽ അച്ഛൻ നടത്തിയാൽ മതി. ഞാൻ ജീവിക്കുന്നത് എന്റെ സ്വപ്നം നടപ്പാക്കാനാണ്. ആണല്ലോ. സോ നാളത്തെ തലമുറ നന്നാവണമെങ്കിൽ നല്ല നിലയിൽ ജീവിക്കണം. അത് ചീത്തയൊന്നുമല്ല കേട്ടോ, അവർ നമ്മളെക്കാൾ നല്ലവരാണ്. അത് വേറെ വിഷയമാണ്. നമുക്കതവര് എന്താ പറയുക, നവാസ് ഒരാണും പെണ്ണും തമ്മിൽ സംസാരിക്കുന്ന കാണുമ്പോ നമ്മൾ അടുക്ക പോയിട്ട് ഇവർക്കെന്തോ ദുരുദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കും. അവരുടെ മനസ്സിലൊന്നുമില്ല, തുറന്ന മനസ്സാ. പക്ഷെ നമ്മുടെ മനസ്സിൽ പണ്ടുണ്ടായിരുന്നു. ഇവരെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് അതാണ് അല്ലേ? ശ്രദ്ധിക്കാൻ പുതിയ തലമുറയില്ലേ, അവർ തുറന്ന് സംസാരിക്കുന്നവരാണ്, നല്ലവരാണ് അവരെല്ലാവരും. പക്ഷെ നമ്മളെ ഇടയ്ക്ക് കയറിയിട്ട് ഇത് കുറെ പറയുമ്പോ മക്കൾക്ക് വിചാരിക്കുക എന്നാ പിന്നെ അങ്ങനെ ആയാലത്തെ ഞാൻ നമ്മളാണ് അവരെ ചീത്തയാക്കുന്നത്. അതിന്റെ ഇടയിൽ കയറില്ല. ഇത് നമ്മുടെ പാരന്റിങ്ങിൽ പഠിക്കേണ്ടതുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ അതാണ് സാധാരണ അങ്ങനെയുള്ളവരോട് പറയുക. ഇവിടെ മക്കളോട് നമ്മളിങ്ങനെ പലപ്പോഴും നമ്മുടെ കുറ്റങ്ങൾ മുഴുവൻ ഈ മക്കളുടെ തലയിൽ ചാർത്താറുണ്ട്. എല്ലാ കുറ്റങ്ങളും മക്കളുടെ തലയിൽ നമ്മളെ ചാർത്താം. നമ്മളായിട്ട് അവരായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പലപ്പോഴും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ഒരു ഇൻബിൽറ്റ് സ്വഭാവമാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. സൈക്കോളജിയിൽ മനുഷ്യന്റെ മനസ്സിന് 4 അവസ്ഥകളുണ്ടെന്നാ പറയുക. എന്തൊക്കെയാണത്? ഒന്ന്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അങ്ങനെയുള്ളവരെ ധിക്കാരികൾ എന്ന് പറയുക. എന്താ, ഞാൻ ശരിയല്ല, നിങ്ങൾ ശരി. ഈ ലോകം ഒന്നും ശരിയല്ല, എന്ത് പറഞ്ഞാലും അവരെതിരെ പറയും. അത് എന്തുകൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവാദികൾ നമ്മളാണ്, രക്ഷിതാക്കളാണ്. ആ മക്കളെ അങ്ങനെ ആക്കിയെടുക്കുന്നത് ധിക്കാരികളാണ്. നമ്മളറിയാതെ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ചില നമ്മുടെ പെരുമാറ്റങ്ങൾ. ഞാൻ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പാരന്റിങ്ങിലേക്ക് അങ്ങ് അടുത്ത് പോകും. ഐ റെക്കമെൻഡ്. ഞാൻ ഫൈസലിനോട് പറയാം, പറ്റുമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കുറെ കാലത്തിന് ശേഷം, ഇപ്പൊ ചിലപ്പോ കുറെ ബുദ്ധിമുട്ടിട്ടുണ്ടോ, നമുക്കൊരു പാരന്റിങ് സെഷൻ വെക്കാം എന്ന് പറയാം. നമുക്ക് രണ്ടാമത്തെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ക്യാരക്ടർ അങ്ങനെയുണ്ട്. ആരുടെ മുമ്പിൽ നേരെ നിൽക്കില്ല. ഇയാളെ വിചാരം എന്താണെന്നറിയോ, അവന്റെ അത്ര ഞാൻ പോരാ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ചില ആൾക്കാർ നേരെ തിരിച്ചാണ് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. മിക്കവാറും പാരന്റ്സ് ഇങ്ങനെയാണ്, എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെയാണ്. മക്കളോട് ചോദിച്ചാൽ അറിയാം. ഈ കുട്ടികൾ അച്ഛൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എന്താ വിചാരിക്കുന്നത്, അച്ഛൻ എന്തായാലും 4 പറയും. അത് കേൾക്കാത്തല്ലോ പ്രശ്നം. ഇതിന് ഒരുങ്ങിയിട്ടാ വരിക. കാരണം അച്ഛൻ എന്തായാലും പറയും, ഇയാൾക്ക് പണി തന്നെ പറച്ചിലാണ്. അപ്പൊ അത് പറയാൻ ഒരുങ്ങിയിട്ട് വരും. അത് കേട്ടത് ഇപ്പൊ മിക്കവാറും ഭാര്യമാർക്കും ആ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും അയാൾ കുറിച്ചാ പറയും, പിന്നെ പറഞ്ഞോട്ടെ, അങ്ങനെ വിചാരിക്കും.
ആ സ്റ്റേറ്റിനാണ് പറയുന്നത് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ആൻഡ് ദ ബെസ്റ്റ് മൈൻഡ് സെറ്റ് ഈസ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ബെസ്റ്റ് മൈൻഡ് സെറ്റ്. ഞാനും ശരിയാണ്, നിങ്ങളും ശരിയാണ്. അപ്പോഴാണ് ഈ ലോകം മുഴുവൻ ശരിയാവുന്നത്. എന്നാൽ ഇതാണ് സത്യവും. ഓരോ ആളും അവരവരുടെ സ്ഥലത്ത് ശരി തന്നെയാണ്. കുട്ടികൾ ചെയ്യേണ്ടതാണ് ചെയ്യുന്നത്. വൈകുന്നേരം മഴയത്തിറങ്ങി കളിക്കാൻ കുട്ടികൾ പോകുമ്പോൾ നമ്മളെ കുറ്റം പറയും. അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ മഴയത്തിറങ്ങി കളിക്കാൻ, പറ്റുമോ? അവർ കളിക്കുന്ന പ്രായത്തിൽ മഴയത്ത് കളിക്കുന്നു, കളിച്ചോട്ടെ എന്ന് വെക്കണം. പക്ഷെ അതല്ല, അപ്പൊ ഇതെന്താ പറയാ, ജലദോഷം പിടിക്കും. അമ്മമാരാണ് അതിന് വലിയ ആൾക്കാർ. ജലദോഷം പിടിക്കും, പനി പിടിക്കും, കുടിച്ചോട്ടെ, ഡസന്റ് മാറ്റർ, പിടിച്ചോട്ടെ എന്ന് വെക്കണം. എന്താ, ഒരു ജലദോഷം കൊണ്ടൊന്നും മരിക്കൂല. ഇനി മരിക്കാനുള്ളതാണെങ്കിൽ മരിക്കട്ടെ, ഡസന്റ് മാറ്റർ. സി, ഞാൻ പറയട്ടെ, how much you are going to protect your next generation and how can you protect your next generation? കഴിയോ? ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? നാളെ വരെ എന്റെ മകനെ മരിക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്ന ധൈര്യമുള്ളവര് രക്ഷിതാവ് കൈവക്കിക്കേ പറ്റുമോ? Nobody can. See, ഞാൻ നിങ്ങളോട് തന്നെ സത്യം പറയട്ടെ, ഓവർ പ്രൊട്ടക്ഷൻ റൂൾസ് അവർ ചിൽഡ്രൻ. മക്കളെ അമിതമായി പ്രൊട്ടക്ട് ചെയ്യുന്നത് സത്യത്തിൽ അവരെ നശിപ്പിക്കലാണ്. ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, അതിന്റെ മലയാളം, നിങ്ങൾക്ക് ഭൂമി മുഴുവൻ പരവതാനി വിരിക്കാൻ കഴിയില്ല. കഴിയും? എന്റെ മകന്റെ കാലിന് മുള്ളു കുത്തിപ്പോവും എന്ന് വെച്ചിട്ട് ഭൂമി മുഴുവൻ പരവതാനി വിരിക്കാൻ കഴിയും? കഴിയില്ല. അത്രയൊക്കെ നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. ഓൺലി വാട്ട് യു ക്യാൻ ഡു ഈസ് ഒരു ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാം, അല്ലേ? അത്രേ ചെയ്യാൻ പാടുള്ളൂ. ബാക്കി അവൻ സ്വയം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ഗസ്റ്റായിട്ട് വിളിച്ചു. എന്നെ മിക്കവാറും ഇങ്ങനത്തെ ചടങ്ങിന് ഒരിക്കൽ വിളിച്ചാൽ രണ്ടാമത് വിളിക്കില്ല. ആ മുഖത്തടിച്ച പോലെ പറയാറുണ്ട്. ഒരു നോക്കുമ്പോ ഞാൻ കണ്ടെന്താ, എയർ കണ്ടീഷൻ ക്ലാസ് റൂം, എയർ കണ്ടീഷൻ വണ്ടി, നല്ല ടൈയും കോട്ടൊക്കെ ഇട്ട കുട്ടികൾ, ചെറിയ കുട്ടികളാ. ഇതിനകത്ത് ഇങ്ങനെ എരിപൊരി കൊള്ളുകയാണ്. ഇതിനകത്ത് കഴിയുന്നില്ല ഇവന് നിൽക്കാൻ. പക്ഷെ അമ്മമാർക്കും അച്ഛന്മാർക്കും കുട്ടികളെ ഇങ്ങനെ ഡോൾസ് പോലെ ആയി കാണാനാണ് താല്പര്യം. ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ ഉടനെ ഇവർക്ക് പല്ല് തേച്ച് കൊടുക്കുന്നത് അമ്മ, കുളിപ്പിക്കുന്നത് അമ്മ, ഇസ്ത്രി ഇട്ട് കൊടുക്കുന്നത് അമ്മ, വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കുന്നത് അമ്മ, സോക്സ് ഇട്ട് കൊടുക്കുന്നത് അമ്മ, ഷൂ ഇട്ട് കൊടുക്കുന്നത് അമ്മ, പിന്നെ ടിഫിൻ ബുക്സ് ബാഗിൽ വെച്ച് കൊടുക്കുന്നത് അമ്മ. എല്ലാം കഴിഞ്ഞ് വാനിലേക്ക് പൊക്കി വെച്ച് കൊടുക്കും ചില ആൾക്കാർ. ഈ കുട്ടിയെ തന്നെ ഇങ്ങനെ പൊക്കിയിട്ടേക്ക് എന്നിട്ട് അമ്മയും കൂടെ തിരിഞ്ഞിട്ട്, ഞാൻ നല്ല അമ്മയല്ലേ? ആ അമ്മ നല്ല അമ്മയാണോ ചീത്ത അമ്മയാണോ? നമ്മുടെ ധാരണ അമ്മ നല്ല അമ്മയാണെന്ന, ആ അമ്മ ചീത്ത അമ്മയാണ്. ആ കുട്ടിയെ എന്താ പഠിപ്പിക്കേണ്ടത്? പല്ല് തേക്കാൻ പഠിപ്പിക്കണം. രാവിലെ ബ്രഷ് ഇരിക്കുന്നവർക്ക് പല്ല് തേക്കുന്ന വരണം. 2 ദിവസം നേരത്തെ ചിലർക്ക് 3-ാം ദിവസം തേക്കും. അവൻ സ്വയം വസ്ത്രം ധരിക്കട്ടെ, അവൻ സ്വയം ബാഗ് സെറ്റ് ചെയ്യട്ടെ. അതാണ് യഥാർത്ഥത്തിൽ പ്രൊട്ടക്ഷൻ. ഇതല്ല പ്രൊട്ടക്ഷൻ. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളെയും കൊണ്ട് ഇവിടെ നിന്ന് താഴെ ഇറങ്ങിപ്പോകാൻ പറ്റും എന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്ക് കഴിയും? പറ്റുമോ? Then how long you are going to protect your children? Let them protect themselves. മനസ്സിലായില്ലേ? അതാണ് യഥാർത്ഥത്തിൽ സാരഥ്യം. അത് വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഫാമിലിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ്സ്, നമ്മുടെ മനസ്സുകളുടെ ബോണ്ടിങ് ഇപ്പോഴും കൃത്യമായി നടന്നിട്ടില്ല. നമ്മളൊക്കെ ഇപ്പൊ സത്യത്തിൽ ഒരു റെസ്റ്റോറന്റിൽ കയറിയ പോലെയാണ് മിക്കവാറും ഭാര്യാഭർത്താക്കളുണ്ട്. എന്താ, റെസ്റ്റോറന്റിൽ കയറിയിട്ട് ഒരു ഭക്ഷണം ഓർഡർ ചെയ്തു വിചാരിക്കുക, മെനു ഒക്കെ നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം ഓർഡർ ചെയ്താൽ ആ ഭക്ഷണം കൊണ്ടുവരുന്നവരെ നിങ്ങൾ എന്താ ചെയ്യാം? എന്ത് ചെയ്യും? കുറച്ച് വർത്തമാനം പറയും, പിന്നെ അതിനെ എക്സ്പെക്ട് ചെയ്തിരിക്കും. അല്ല, ആ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? റെസ്പെക്ട്, പരസ്പരം. അതൊക്കെ വെറുതെ പറയാം. ആ വിരുന്നിനെ കുറിച്ചുള്ള ചർച്ച ഇതൊന്നുമല്ല സർ. സിമ്പിൾ. എല്ലാവരും ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ ഭക്ഷണം കൊണ്ടുവരുന്നവരെ അടുത്തവന്റെ പ്ലേറ്റിൽ നോക്കി അപ്പുറത്തെ
നമ്മളൊക്കെ ടേബിളിൽ തിന്നുന്നവന്റെ പ്ലേറ്റ് നോക്കിയിരിക്കും, ശരിയല്ലേ? എന്നിട്ട് എന്താ വിചാരിക്കാൻ തന്നെ മനസ്സിലാവും, അതായിരിക്കും നല്ലത്, എന്റെ കൊണ്ടുവരുന്നതായിരിക്കും. ക്വാണ്ടിറ്റി ക്വാളിറ്റി ഇതുപോലെയാണ്. കുറെ പെണ്ണുണ്ട്, കുറെ ആണുണ്ട്, കല്യാണം കഴിച്ചു. ഇപ്പൊ വിചാരം അതായിരുന്നോ നല്ലത്, ഇതായിരുന്നോ നല്ലത്. മനസ്സിനകത്തൊരു കമ്പാരിസൺ നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്ന ഒരു വികാരമാണ്. വി ഹാവ് ഡിലീറ്റഡ്. കാരണം എന്താ വെച്ചാൽ അത് പലപ്പോഴും എനിക്ക് എന്നെ കുറിച്ചൊരു ധാരണയുണ്ട്. ആ ധാരണ തെറ്റുമ്പോഴാണ് ഭാര്യയെ കുറിച്ചുള്ള പ്രതീക്ഷ തെറ്റുന്നത്. എനിക്ക് എന്നെ സത്യമായിട്ട് അറിയില്ല. ഞാൻ എന്നെ കുറിച്ച് വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഞാനൊരു സിംഹമാണെന്നാ. ഞാൻ ചിലപ്പോൾ ഒരു പൂച്ചയായിരിക്കും. അപ്പൊ പൂച്ചക്കാരെ പൂച്ചയെ കിട്ടൂ. ഞാൻ സിംഹമാണെന്ന് ധരിക്കുമ്പോ എന്റെ കൂടെയുള്ള പൂച്ച പോരാന്ന് വിചാരിക്കും. ഇതാണ് പ്രശ്നം. റിയലിസ്റ്റിക് ആയിട്ട് എന്നെ തിരിച്ചറിയാതെ പോകുന്നു. ഞാൻ പറയുന്നത് വെറുതെയാണ് തോന്നുന്നത് ഉണ്ടോ? എന്താണെന്നറിയോ, നമ്മളൊരു ഫാമിലി സെഷൻ നടത്തുമ്പോ നിങ്ങളെ രസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഞാൻ പറയേണ്ടത് കാര്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്, അതിനുള്ള സൊല്യൂഷൻസാണ്. ആ സൊല്യൂഷൻസിലേക്ക് നമുക്ക് ആഴത്തിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല. ഓക്കെ, സി നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളുടെ പോസിറ്റീവ്സ് കാണാറില്ല, മിക്കവാറും നെഗറ്റീവ്സ് ആണ് കാണാറ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നെഗറ്റീവ്സ് ആണ് കാണാറ്. അതെല്ലാ അർത്ഥത്തിലും അവരുടെ സൗന്ദര്യത്തിലായാലും ശരി. നിങ്ങൾ അത് കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ഭാര്യയ്ക്ക് കല്യാണത്തിന് മുമ്പുള്ള അത്ര സൗന്ദര്യം പോരാന്നാണ് എല്ലാ ആളുടെയും വിചാരം. എല്ലാ പെണ്ണിന്റെയും വിചാരം ഭർത്താവിന് അപ്പോഴത്തെ ഒരു പേഴ്സണാലിറ്റി ഇപ്പൊ ഇല്ല. എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നറിയോ? ഈ കല്യാണം ഞാൻ നേരത്തെ പറഞ്ഞ മെനു അപ്പുറത്തെ പ്ലേറ്റിലേക്കാണ് നോട്ടം. അതാണ് ആ നോട്ടം നമ്മുടെ സ്വന്തം പ്ലേറ്റിലേക്കാക്കി മാറ്റണമെങ്കിൽ ആദ്യം തന്നിലേക്ക് നോക്കണം. വാട്ട് ഐ ഡിസേർവ്, എനിക്ക് എന്തിന് അർഹതയുണ്ട്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ അത് തിരിച്ചറിയണം നമ്മള്. അത് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം. അതിനെന്ത് ചെയ്യണം? എന്റെ ഭാര്യയ്ക്ക് എന്തൊക്കെ നല്ല വശങ്ങളുണ്ട് എന്നൊന്ന് ഭർത്താക്കന്മാരെ മനസ്സിലൊന്ന് ആലോചിക്കും. എന്തൊക്കെ നല്ല വശങ്ങളുണ്ട്? എന്റെ മുഖത്ത് നോക്കാനല്ല പറഞ്ഞത്, കൃത്യമായി ആലോചിക്കാൻ പറ്റും. എനിക്ക് ചില സമയത്ത് ഭാര്യമാരാലോചിക്കുക എന്റെ ഭർത്താവിന് എന്തൊക്കെ നല്ല വശങ്ങളുണ്ട്. നല്ല വശങ്ങൾ ആണോ? എന്നാൽ എന്റെ അനുഭവം ഞാൻ പറയാം. എന്റെ അനുഭവത്തിൽ ഞാൻ ഇത് ആലോചിക്കാൻ പറയുമ്പോ 10 മിനിറ്റ് എടുത്താലും 10 എണ്ണം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാൻ തിരിച്ചു പറയാണ്, നീ അവളുടെ കുറ്റങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് പറഞ്ഞാലോ 1 മിനിറ്റ് കൊണ്ട് 10 എണ്ണം കിട്ടും, ഇല്ലേ? തിരിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും അതേപോലെ 10 കുറ്റങ്ങൾ കിട്ടും. വൈകിട്ട് വീട്ടിൽ വരാൻ വൈകുന്നു, മക്കളോട് പഴയതുപോലെ സ്നേഹമില്ല, ഭക്ഷണം എടുത്തു വെച്ചാൽ പഴയതുപോലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ 100 കുറ്റങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. എന്നാൽ നല്ലത് പറയാൻ പറഞ്ഞാലോ വളരെ കുറച്ച്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഫാമിലി ലൈഫിന്റെ ബോണ്ടിങ് ഇല്ലാതെ പോകുന്നതിന്റെ കാരണങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ വിഷയം പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് നെഗറ്റീവ്സ് എളുപ്പത്തിൽ കിട്ടുന്നു, പോസിറ്റീവ്സ് എന്തുകൊണ്ട് എളുപ്പത്തിൽ കിട്ടുന്നില്ല? കാരണം ഇത്രയും കാലം നമ്മൾ നെഗറ്റീവുകൾ പരിധി നടത്തുകയും പോസിറ്റീവ് അന്വേഷിക്കുന്നു. ഇത്രയും കാലം കണ്ടതും കൂടുതലും നെഗറ്റീവാണ്. അപ്പൊ മനസ്സിൽ തന്നെ ഉണ്ട്, ചോദിക്കാതെ തന്നെ മനസ്സിലുണ്ട് ആ നെഗറ്റീവ് ഇപ്പൊ തന്നെ. ഇതല്ലേ പോസിറ്റീവ്? ഞാനിപ്പോ പറഞ്ഞപ്പോ ഇനി പരുത്തി പിടിക്കണം, ഇതുവരെ നോക്കിയിട്ടേക്ക പോസിറ്റീവില്. ഇല്ലേ, അയലത്തെ അദ്ദേഹത്തെക്കാളും ഇദ്ദേഹത്തിന് എന്തൊക്കെ നന്മയുണ്ടെന്നല്ല നോക്കിയത്, എന്തൊക്കെ പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മനസ്സിലുണ്ട്. സോ ഐ വാണ്ട് ടു ടെൽ യു, നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇല്ലേ? എല്ലാവരുടെ കയ്യിലും ഇല്ലേ? ആ പേപ്പറിൽ സ്വന്തം ഭാര്യയെ കുറിച്ച് ഭർത്താവും ഭർത്താവിനെ കുറിച്ച് ഭാര്യയും 10 നല്ല കാര്യങ്ങളൊന്നും എഴുതിക്കും.
ഇല്ല ലഞ്ചിന് പെണ്ണ് സംഘടിപ്പിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് വളരെ ഈസിയായി ആലോചിക്കാൻ സമയം ഇല്ലേ? വിലയിരുത്താനുള്ളതും തിരുത്താനുള്ളതുമായ നിർദ്ദേശങ്ങളാണ്. മനസ്സിലാകുന്നു? അപ്പൊ എന്നോട് പറയാനുള്ളത് അപ്പൊ പറയാം, അതിൽ പറയാം. ഓക്കെ, എന്നെ കുറിച്ച് പറയാനുള്ളത് അല്ല വീട്ടിൽ പോയിട്ടല്ല, അതൊക്കെ ഇതിന് അടുത്ത സ്റ്റേജ് വരാനുണ്ട്. അടുത്ത സ്റ്റേജ് വരെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് പരസ്പരം പ്രേമിച്ചിട്ടേ പോകും. അങ്ങനെ പോകാവൂ. എ ന്യൂ ലൈഫ്, എ ന്യൂ ലൈഫ്. നമ്മളിപ്പോഴും മടിച്ചു നിൽക്കുന്ന കുറെ മേഖലകളുണ്ട്. ആ മേഖലകളുടെ പുറന്തോട് പൊട്ടിക്കണം, ഇവിടെ വെച്ച് പൊട്ടിക്കണം. അത് പൊട്ടിച്ചിട്ട് വേണം പോവാൻ. അല്ലാതെ നിങ്ങൾ നാളെ പോയിട്ട് നല്ലോണം സ്നേഹിച്ചോ എന്ന് പറയാൻ നിങ്ങൾക്ക് ആളില്ലാതിരിക്കാം ആണോ? ഞാൻ ചോദിക്കട്ടെ, നമ്മള് മുസ്ലിങ്ങൾ കേട്ടിടത്തോളം ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള ഉപദേശങ്ങൾ വേറെ ആരും കേട്ടിട്ടുണ്ടോ? ഞാനത് വളരെ കേട്ടതാണ്. എന്താ ആയിഷ റസൂലിന്റെ അടുത്തേക്ക് ഒരു പാത്രത്തിൽ പളുന്ത് പാത്രം എന്താ പറയാ, പളുന്ത് പാത്രം, പളുന്തെന്താണെന്ന് അറിഞ്ഞിട്ട് പറയുന്നതല്ല, നല്ലൊരു വാക്കായിട്ട് പറയും. പളുന്ത് പാത്രത്തിൽ ഈന്തപ്പഴം കൊണ്ട് കൊടുത്തു. അപ്പൊ റസൂൽ ആയിഷക്ക് കൊണ്ടു കൊടുത്തു. അപ്പൊ ആയിഷ തട്ടിക്കളഞ്ഞു. അതിന്റെ നേരത്തെ ഇവിടെ പറയുന്നത് ഒരേ കഥ പല രീതിയിൽ പറയും. അപ്പൊ തന്നെ അറിയാൻ കളവാണ്. കാരണം പരസ്പര ബന്ധം ഉണ്ടാവില്ല. അതിൽ പറയുന്ന പളുങ്ക് തട്ടി നിലത്തുകൊണ്ടാൽ പൊട്ടിപ്പോവില്ലേ? ഇപ്പൊ പൊട്ടി, എന്നിട്ട് അതൊക്കെ എടുത്തു പൊട്ടി. മറ്റൊരിടത്ത് പറയുന്നത് പാത്രം തട്ടി നിലത്ത് വീണു. അപ്പൊ വീണ്ടും റസൂൽ എടുത്തു വെച്ചിട്ട് ആയിഷയുടെ കയ്യിൽ കൊടുത്തു. അപ്പൊ വീണ്ടും തട്ടി. ഇങ്ങനെ 3 പ്രാവശ്യം തട്ടിയതാണ്. മനസ്സിലായി? അപ്പൊ പിന്നെ നോക്കുമ്പോ ഈ പറയുന്ന ആയിഷ മന്ദബുദ്ധിയായിരിക്കും. കാരണം എപ്പം കൊണ്ടു കൊടുത്താലും തട്ടിക്കളയുന്ന ഒരു ആയിഷ ഇല്ല. അപ്പൊ ഞാൻ ഇത് അവതരിപ്പിച്ച ഒരു മുസ്ലിയാരോട് പ്രസംഗം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഉസ്താദ് എപ്പോഴെങ്കിലും ഭാര്യയ്ക്ക് ഇങ്ങനെ കൊണ്ടുകൊടുത്തിട്ടുണ്ടോ? കൊണ്ടുകൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഉസ്താദ് കൊണ്ടുകൊടുത്തിട്ടില്ല. ഇവിടെയുള്ള ഒരു ഭർത്താവും കൊണ്ടുകൊടുത്തിട്ടില്ല. നമ്മുടെ പ്രതീക്ഷ എന്താണെന്നറിയോ? എല്ലാം ഭക്ഷണം എന്ന് പറയുന്നത് ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുതരാനുള്ളതാണ്, അങ്ങോട്ട് കൊടുക്കാനേ ഇല്ല. ഈവൻ അറ്റ് റെസ്റ്റോറന്റ്, നമ്മൾ ഒന്നു കൊടുത്താൽ സംഭവിക്കും. ഇതേ സംഭവിക്കും. സ്നേഹം ഉണ്ടാവും. സംഭവിക്കാതിരിക്കല്ല ചെയ്യുക, സംഭവിക്കും. സ്നേഹം ഉണ്ടാവും. പക്ഷെ വിലക്ക് കൊടുക്കില്ല. അപ്പൊ എന്തോ എന്റെ ദേഹത്ത് നിന്ന് പൊട്ടിപ്പോകുന്നുള്ളത്. എന്താ പൊട്ടിപ്പോകുന്നത്? എന്റെ പുറന്തോടാണ് പൊട്ടിപ്പോകുന്നത്. ആ പുറന്തോടിനകത്താണ് എന്റെ ആത്മാവ്, എന്റെ സ്നേഹം, എന്റെ മനസ്സ്, എന്റെ വികാരം. ഞാൻ ആ പുറന്തോടിനകത്താണ്. ആ പുറന്തോട് പൊട്ടാനുള്ളതാണ്. അത് പൊട്ടണം. അത് പൊട്ടിക്കലാണ് എന്റെ പണി ഇപ്പോഴും. മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ നമ്മളിത് പൊട്ടാതെ സൂക്ഷിക്കുക. ഇങ്ങനെ മുട്ടയുടെ തോട് സൂക്ഷിക്കും പോലെ. എന്തോ ഇതിനകത്ത് നാളെ കുഞ്ഞു വരും എന്ന വിചാരം. ഇതിനകത്തൊന്നും കുഞ്ഞൊന്നും വരില്ല. ഇതിനകത്ത് പിശാച് വരും. ആ പിശാചാണ് ഇപ്പൊ ജീവിതത്തിന് മുഴുവൻ ഉള്ളത്. ഈ മുസ്ലിയാരോട് ഞാൻ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളുടെ ഭാര്യ ഇതേമാതിരി കൊണ്ടു കൊടുത്താൽ തട്ടിക്കളഞ്ഞാലോ? അപ്പൊ നടക്കും മുത്തലാക്ക്. പിന്നെ ഇതൊന്നും കേട്ടിട്ട് നന്നാവില്ല നമ്മൾ. ഇതൊക്കെ എത്ര കേട്ടു നമ്മൾ. എന്തുകൊണ്ടാണ് നന്നാവത്തെ? ഇത് കേൾക്കുമ്പോ ചിലപ്പോ വിചാരിക്കും, ഇന്ന് ഭാര്യയ്ക്ക് ഒരു പാത്രം ഇത്തപ്പഴം കൊടുത്തിട്ടല്ലേ കാര്യം. ചിലപ്പോ തീരുമാനിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ബോട്ട് ഓളൊക്കെ ശരിയാവില്ല. ഓളെന്തായാലും അങ്ങനെ തന്നെ ഉണ്ടോ, അത് ശരിയാവില്ല. വേഗം തന്നെ തീരുമാനിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടക്കണം. നാളത്തേക്ക് നോക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് തന്നെ നടക്കണം. ഞാൻ ഇതിനുള്ള മുൻകൂർ ജാമ്യം ആദ്യം നിങ്ങളടുത്ത് എടുത്തിട്ടുണ്ട്. യു ഷുഡ് ബി എ ചൈൽഡ്. ഞാൻ ആദ്യം പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞത് ലജ്ജ തൽക്കാലത്തേക്ക് മാറ്റി വെക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ലജ്ജ എന്ന് പറയുന്നത് അത്ര നല്ലൊരു വികാരമൊന്നും ഉണ്ടാകണം. പെണ്ണുങ്ങളെ ഒരു തോടിനകത്ത് കെട്ടിയിടാൻ വേണ്ടി ആണുങ്ങൾ കണ്ടെത്തിയ ഒരു സൂത്രമാണ് ലജ്ജ. ഒരു പരിധി വരെ. ഞാൻ പറയുമ്പം തെറ്റായി കേൾക്കരുത്. തെറ്റായി കേട്ടാൽ തെറ്റായി കൃത്യമായി കേൾക്കുക. ലജ്ജ എന്ന വികാരം സത്യത്തിൽ സ്ത്രീകളെ അവർക്ക് കഴിയുന്ന മേഖലകളിൽ വിവരിക്കാതിരിക്കാൻ വേണ്ടി ഒരു പുരുഷ സമൂഹം ഊതി വീർപ്പിച്ച ഒരു വികാരമാണ്. ഊതി വീർപ്പിച്ചത് അത് തീരെ അതില്ലാത്തതാണ് എന്ന് ഞാൻ പറയില്ല, വേണ്ടാത്തതാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ആണുങ്ങൾക്ക് ലജ്ജ വേണോ? ആണുങ്ങൾക്ക് നാണം വേണോ വേണ്ടയോ? എന്താണെന്ന് പറയാൻ വേണം. പെണ്ണുങ്ങൾക്കും വേണം. ആണുങ്ങൾക്ക് എത്ര വേണം, പെണ്ണുങ്ങൾക്ക് എത്ര വേണം?
ഒരേപോലെ വേണം. ആണുങ്ങൾക്കുള്ള അത്രയും ലജ്ജ മാത്രമേ പെണ്ണുങ്ങൾക്ക് വേണ്ടൂ. പക്ഷെ അങ്ങനെയല്ലല്ലോ ഇപ്പൊ നമ്മുടെ ധാരണ. ആണോ? അല്ലല്ലോ. ഒരു സമൂഹത്തിന്റെ ഇടയ്ക്ക് കയറി നിന്നൊന്ന് സംസാരിച്ചു പോയ പെണ്ണിനെ കുറിച്ച് എന്താ പറയാ നമ്മള്? നാണമില്ലാത്തവൾ, ലജ്ജയില്ലാത്തവൾ, അല്ലേ? എന്നാൽ ഒരു സമൂഹത്തിൽ കയറി നിന്ന് സംസാരിക്കാൻ തയ്യാറാവാത്ത ആണിനെ കുറിച്ച് എന്താ പറയാ? തന്റെ ഇടമില്ലാത്തവൻ. ആലോചിച്ച് നോക്കണം, വിലയിരുത്തൽ എത്രത്തോളം ശരിയാണോ തെറ്റാണോ? ഇല്ലേ? ഇവിടെ ഇത് ശരിയാണെന്ന് നമ്മൾ പറയും. അതൊക്കെ അടുത്ത വീട്ടിലെ പെണ്ണിനൊക്കെ എന്റെ ഭാര്യയ്ക്ക് പറ്റില്ല, എന്റെ ഭാര്യയ്ക്ക് ലജ്ജയൊക്കെ വേണം, നമുക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അതെ, ആലോചിച്ച് നോക്കണം. ഇവിടെ എന്റെ ഒരു ചോദ്യം എന്താണെന്നറിയോ? ആണിനെയും പെണ്ണിനെയും ദൈവം സൃഷ്ടിച്ചപ്പോ അവർക്ക് തമ്മിൽ ദൈവം കൊടുത്തിരിക്കുന്ന വ്യത്യാസം വളരെ കുറച്ചേ ഉള്ളൂ. അതെന്തിനു വേണ്ടിയാ? ജൈവശാസ്ത്രപരമായ ചില വ്യത്യാസങ്ങൾ. അത് അമ്മയാവാനും അച്ഛനാവാനും തമ്മിലുള്ള വ്യത്യാസം മാത്രം. ബാക്കിയെല്ലാം ഒരുപോലെയാണ്. ആണിന് കൊടുത്ത അത്രയും തന്നെ ബുദ്ധി പെണ്ണിന് കൊടുത്തു. ചില പെണ്ണിന് ആണുങ്ങളെക്കാളും ബുദ്ധി കൂടുതലാണ്, ചില ആണുങ്ങൾക്ക് ആ പെണ്ണിനേക്കാളും ബുദ്ധി കൂടുതലാണ്. അത് ബുദ്ധിയുടെ അളവിന്റെ കൂടുതലല്ല. ബുദ്ധി എന്ന് പറയുന്ന അവയവത്തിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എത്ര ഉപയോഗിക്കുന്നോ അത്രയും അത് വികസിക്കും. ഉപയോഗിക്കുന്നതിനനുസരിച്ചിട്ട് വികസിക്കും. മനസ്സിലായോ? ഞാനത് ചില എക്സസൈസ് പഠിപ്പിക്കാറുണ്ട് കുട്ടികളെ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ എക്സാം ഫേസ് ചെയ്യാൻ വേണ്ടി, അവർക്ക് മെമ്മറി മാനേജിന് വേണ്ടി ഞാനൊരു സെഷൻ നടത്താറുണ്ട്. സയന്റിഫിക് ലേണിംഗ് സിസ്റ്റം. അതിൽ ഞാൻ അവരോട് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ചില എക്സസൈസ് ഉണ്ട്. നമുക്ക് പറയാം, എല്ലാവർക്കും ഇപ്പൊ ഒരു പരാതിയാ, എനിക്ക് ഓർമ്മശക്തി കുറവാണ്. എല്ലാവർക്കും ഇല്ല. ഞാൻ പറയട്ടെ, അങ്ങനൊന്നും ഇല്ല. ഓർമ്മശക്തി എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല. എന്നിട്ട് വേണ്ട അത് കുറയാനും കൂടാൻ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അത് ബുദ്ധിയുടെ പ്രവർത്തനം മാത്രമാണ്. ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ, ഈ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള നിങ്ങളുടെ മനസ്സിന്റെ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്. ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. ലോങ് ടേം മെമ്മറിയുടെ സെഗ്മെന്റിനകത്തേക്ക്, ക്യാബിനകത്തേക്ക്, കമ്പാർട്ട്മെന്റിനകത്തേക്ക് കടന്ന ഒരു സാധനവും ഒരു കാലത്തും ഒരാൾ മറക്കില്ല. ഒരു കാലത്തും ഒരാൾ മറക്കില്ല. മനസ്സിലാവും? പിന്നെന്താ മറവി എന്ന് പറയുന്നത്? പക്ഷെ ചിലപ്പം അതിന് പൊന്തി വരാൻ, സർഫ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം വേണം. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ ഈ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് കുറെ നാളായി. അപ്പം ഇത് സർഫ് ചെയ്യാൻ സമയമെടുക്കും. അതിനെന്ത് ചെയ്യണം? ബുദ്ധി ഉപയോഗിക്കാത്ത രീതി, ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിൽ ഉപയോഗിക്കണം. അഥവാ ബ്രെയിൻ എക്സസൈസ് എന്ന് പറയും. നമ്മുടെ ഫിസിക്കൽ എക്സസൈസ് എന്ന് വെച്ചാൽ എന്താ? സിംപ്ലി ഡിഫൈനിങ്, ഫിസിക്കൽ എക്സസൈസ് എന്ന് വെച്ചാൽ നിത്യേന നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ. ബോഡി ഇങ്ങോട്ട് നമ്മൾ എന്നും ഇങ്ങനെ കുനിക്കാറുണ്ട്. എക്സസൈസ് എന്ന് പറയുമ്പോൾ ബാക്കോ. നിത്യം ചെയ്യാത്തത് ചെയ്യുന്നതിനാണ് എക്സസൈസ് എന്ന് പറയുന്നത്. ബ്രെയിൻ എക്സസൈസ് എന്ന് പറഞ്ഞാലും അതാണ്, നിത്യം ചെയ്യാത്തത് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, 1 മുതൽ 100 വരെ നമുക്ക് എണ്ണാൻ അറിയാം. 2, 4, 6, 8 അഥവാ 2, 4, 6, 8 അങ്ങനെ എണ്ണാൻ അറിയാം. തിരിച്ച് 100, 99, 98, അങ്ങനെ 97 അങ്ങനെ എണ്ണാൻ അറിയാം. പക്ഷേ 98, 96, 94, 92, 90, 88, 86, 84 കഴിയോ? അങ്ങനെ എണ്ണണം. അതാണ് എക്സസൈസ്. 99, 97, 95, 93, 91, 80, 90, 87, 85, 83, 81 അങ്ങനെ. അതാണ് എക്സസൈസ്. മനസ്സിലാവുന്നു? വ്യത്യസ്തമായി കാര്യങ്ങൾ ചെയ്യുക. ഔട്ട് ഓഫ് ബോക്സ്. ഔട്ട് ഓഫ് ബോക്സ്. സാധാരണ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുക. അപ്പൊ എന്താ? നമ്മൾ ഇതുവരെ നമുക്ക് കിട്ടാത്ത അറിവുകൾ നമുക്ക് കിട്ടും. അങ്ങനെയാണ് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ, നമ്മുടെ തലയിൽ ആപ്പിൾ വീണ ഒരുത്തരോട് ചോദിച്ചു എന്താ ചെയ്യാൻ നോക്കാൻ, ഞാൻ ഉടനെ കത്തി അന്വേഷിച്ചു തിന്നാൻ വേണ്ടി. ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണപ്പോ എന്തായി? ഗ്രാവിറ്റി തിയറി ഉണ്ടായി. ഗ്രാവിറ്റി തിയറി നേരത്തെ ഉണ്ടായിരുന്നതാണോ അല്ല ന്യൂട്ടൻ കണ്ടുപിടിച്ചതാണോ? നേരത്തെ ഉള്ളതാണ്. ന്യൂട്ടൺ ഉണ്ടാക്കിയതല്ല അത്. അതുണ്ട്, പക്ഷെ നമുക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. വൈ? ന്യൂട്ടൺ ചിന്തിച്ച വ്യത്യസ്തമായ രീതിയിൽ ചിന്തിച്ചില്ല. ഞാൻ എന്റെ സുഹൃത്ത് ഒരു ദിവസം രാവിലെ ഒരു കല്യാണത്തിന് ഇറങ്ങി പുറപ്പെട്ടു. ഇപ്പൊ നല്ല പാന്റ് ഷർട്ടൊക്കെ എടുത്ത് പോകുമ്പോ ഇവന്റെ പുറത്ത് കാക്ക തൂറി. ഇവ മേലെ നോക്കി ചിരിക്കുക. അപ്പൊ ഞാൻ നീ എന്താ ചിരിക്കുന്നത്? കാരണം കല്യാണം മുടങ്ങിയില്ലേ, നല്ല ബിരിയാണി പോയി, നീ എന്നിട്ടെന്താ ചിരിക്കുന്നത്? അപ്പൊ പറയാണ്, ഞാൻ ആലോചിച്ചത് പശുവിന് ചെറുതായിരുന്നെങ്കിലോ. നിങ്ങൾ ആലോചിക്കുന്നത് പശുവിന് ചെറുതായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ, അല്ലേ?
അതാണ് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്. വ്യത്യസ്തമായി ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന ശേഷി കൂടും, വികസിക്കും. ഇങ്ങനെ വികസിക്കുന്ന ഒരു തലച്ചോറ് തന്നെയാണ് സ്ത്രീക്കുള്ളത്. പക്ഷേ അവരുടെ തലച്ചോറ് ഉപയോഗിക്കാൻ പുരുഷൻ അനുവദിക്കാറില്ല. എന്താ മേഡം, ഞാൻ നിങ്ങളുടെ പുരുഷനെ കുറിച്ചല്ല പറഞ്ഞത്, ഞാൻ പുരുഷവർഗം, ഞാൻ ഉൾക്കൊള്ളുന്ന പുരുഷവർഗത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, സോ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യന് തലച്ചോറ് കൊടുത്തതുപോലെ, ആ പുരുഷന് തലച്ചോറ് കൊടുത്ത പോലെ സ്ത്രീക്കും തലച്ചോറ് കൊടുത്തിരിക്കുന്നത് ചിന്തിക്കാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് പറയണമെന്ന് അറിയോ? ദൈവത്തിന്റെ തെറ്റുപറ്റി എന്ന് പറയണം. ശരിയല്ലേ? ദൈവത്തിന്റെ തെറ്റുപറ്റി എന്ന് പറയണം. ദൈവം എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത സാധനം എന്തിനാ നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാൻ? അല്ലെങ്കിൽ ബൈക്കുമോ ദൃശ്യം എന്ന് പറഞ്ഞ പോലെ കെട്ടി തിരിച്ചുകൊണ്ട് കൊടുക്കാനാണോ? ആണോ? അല്ല. ദിസ് തിങ് ഓൾസോ ഷുഡ് ബി യൂട്ടിലൈസ്ഡ്. മനസ്സിലാകുന്നുണ്ടോ? അതിനുള്ള സ്വാതന്ത്ര്യം കൂടി വീട്ടിനകത്തുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബമാകുന്നത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബങ്ങളിലുള്ള അസമാധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അടക്കി നിർത്തപ്പെട്ട വികാരങ്ങളും ചിന്തകളുമാണ്. സ്ത്രീയോട് നമ്മൾ ചിന്തിക്കരുത് എത്ര പറഞ്ഞാലും അവർക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയോ? ഈ തലച്ചോറ് എന്ന് പറയുന്നത് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഓൺ ആവുകയും ഓഫ് ചെയ്യുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന സാധനമല്ല, ആണോ? അത് നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരെ ശരിയല്ലേ? അപ്പം സ്ത്രീകൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുമ്പിൽ, ആണുങ്ങളുടെ മുമ്പിൽ പേടിച്ചിട്ട് ഒന്നും ചിന്തിക്കാത്ത പോലെ പാവം മാതിരി ഇരിക്കും. എന്നെ കാണുമ്പോ എന്റെ ഭാര്യയ്ക്ക് അറിയാം ഇയാളൊരു വിഡ്ഢിയാണ്, പക്ഷെ പറയൂല. കാരണം ഞാൻ ചെയ്യുന്നത് വിഡ്ഢിത്തമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇല്ല, ഉണ്ടല്ലോ. ഞാൻ പറയേണ്ട ആളുകളോട്, നമ്മൾ ചെയ്യുന്ന പല വിഡ്ഢിത്തങ്ങളും ഇവർ കണ്ടിട്ട് നമ്മൾ കാണാതെ ചിരിക്കാറുണ്ട്. ഉണ്ടല്ലോ. ഇപ്പോഴൊരാൾക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ തമാശ കേട്ടിട്ട് ചിരിച്ചതല്ല. ഞാൻ പറയുമ്പോ അയാളുടെ വിഡ്ഢിത്തം ചിരിച്ചത്. അവർ ചിന്തിക്കാറുണ്ട്. ആ ചിന്തകൾ പ്രകടിപ്പിക്കാൻ വേദി നൽകിയില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതത്തിൽ സമാധാനമാണോ അസമാധാനമാണോ? ആലോചിച്ചു നോക്കണം. എന്താ സർ? അസമാധാനമല്ലേ? ആ അസമാധാനം ജീവിതത്തിലെ നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ മേഖലകളെയും കാർന്നെത്തുന്നു. അത് വ്യാപിച്ചുകൊണ്ടിരിക്കും. അതിപ്പോ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണാനുള്ളതാണ്. ഇത് മാറ്റാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അവരുടെ നന്മകൾ. 1000 നന്മകളുണ്ട് അവർക്ക്. 1000 നന്മകളുണ്ട്. നമ്മൾ കാണാതെ പോയതാണ്. കാണാൻ ശ്രമിച്ചാലേ കാണും. കാരണം നമ്മൾ നെഗറ്റീവ് മാത്രം കാണുന്നവർ, നെഗറ്റീവ് കാണാൻ ശ്രമിക്കുന്നവർ നെഗറ്റീവേ കാണും. പണ്ടൊരാൾക്ക് അയാൾക്കൊരു ജീവിയെ കിട്ടും. ബേർഡ് ഡോഗ് എന്നാണ് അതിന്റെ പേര്. ഒരു പട്ടി. പക്ഷെ അതിന്റെ പ്രത്യേകത വെള്ളത്തിന്റെ മേലെ കൂടെ അത് നടക്കാൻ കഴിയും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഇയാൾക്ക് നാട്ടുകാരെ മുഴുവൻ കാണിക്കണം. അതിനുവേണ്ടി സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ചിട്ട് ഒരു പുഴയുടെ കരയിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അപ്പുറത്ത് പറന്നു പോകുന്ന പക്ഷികളെ വെടിവെച്ചിട്ടു ഇയാൾ. ഈ പട്ടി പുഴയുടെ മേലെ കൂടി ഓടിപ്പോയിട്ട് അതെടുത്തിട്ട് കൊണ്ടു കൊടുക്കും ഇയാൾക്ക്. രാവിലെ മുതൽ ഉച്ചനേരം വരെ ഇങ്ങനെ കുറെ പക്ഷികളെ വെടിവെച്ചിട്ടു, കുറെ ഇത് കൊണ്ടു കൊടുത്തു. ഈ സുഹൃത്തുക്കളൊന്നും പറയുന്നില്ല. അവസാനം ഇയാൾ ചോദിച്ചു, എന്താ എന്റെ പട്ടിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കാരണം എന്തൊക്കെ പറയണ്ടേ, അത് പറയിക്കാനാണല്ലോ. ഈ പട്ടിക്ക് അത്രയും മെച്ചപ്പെട്ട, അത്രയും മേന്മകളുള്ള ഒരു പട്ടിയാണല്ലോ. സുഹൃത്തുക്കൾ എന്താ പറഞ്ഞത്? ഇതിന്റെ പട്ടിക്ക് നീന്താൻ അറിയില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വെള്ളത്തിന്റെ മേലെ കൂടി ഓടിപ്പോയത്. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. അതിൽ നന്മയല്ല കാണുക. വെള്ളത്തിന്റെ മേലെ കൂടി ഓടിപ്പോകാൻ കഴിയുന്ന ഒരു പട്ടിക്ക് നീന്താൻ അറിയില്ല എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അല്ലേ? നെഗറ്റീവ് കാണുന്നവരുടെ പ്രശ്നം അതാണ്. നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കുക. സ്വന്തം ഭാര്യയുടെ, സ്വന്തം ഭർത്താവിന്റെ മേന്മകൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ. 10 ഒന്നും പോരാ, 1000കണക്കിനുണ്ടാവും. അത് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഇതിലും നല്ലതിനെ എനിക്ക് കിട്ടാൻ പോകും. ഇതിലും നല്ലത് അത് ഉണ്ടാക്കണം. ഉണ്ടാക്കിയാൽ പോരാ, നിത്യേന അത് കാണണം. അതുകൊണ്ടാണ് അതിനൊരു എക്സാമ്പിൾ, ഒരു തുടക്കം എന്ന നിലയിലാണ് ഞാൻ ഈ 10 എഴുതുന്നത്. നമ്മൾ ഇപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല. സത്യത്തിൽ നമ്മൾ പരസ്പരം
മാനിക്കുന്നില്ല എന്നതാണ് സത്യം. നിങ്ങൾക്കറിയാവോ, ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് കാറിന്റെ ഡോർ തുറന്നു കൊടുക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങളാരും? ഭാര്യയ്ക്ക് കയറാൻ വേണ്ടി തുറന്നു കൊടുക്കോ? ഉണ്ടോ? സ്വന്തം കാറിന്റെ ഉണ്ടോ ഉത്തരവാണ്? ഇല്ല. ഇത് പറയുമ്പോ എന്താ പ്രശ്നം അറിയാം, ചിലപ്പോ ചോദിക്കുന്ന ആള് അയാളെ തന്നെയാണ് പറയുന്നതെന്ന് തോന്നിപ്പോ, എന്നെ തന്നെ പറയുന്നത് അയാളെന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ്? 2 സന്ദർഭങ്ങളിൽ മാത്രമേ ഭർത്താക്കന്മാര് ഭാര്യയ്ക്ക് കാറ് ഡോർ തുറക്കാറുള്ളൂ. 2-1 പുതിയതായിരിക്കണം. ഏതൊക്കെ? ഒന്നുകിൽ ഭാര്യ പുതിയതായിരിക്കണം, അല്ലെങ്കിൽ കാറ് പുതിയതായിരിക്കണം. എന്താണ് ആ മാറ്റം? എന്താ മാറ്റം? ബിക്കോസ് നമ്മൾ ഇവരെ വാല്യൂ ചെയ്യുന്നില്ല. ശരിയല്ല? തിരിച്ച് ഭർത്താവിന്റെ ഭാര്യ പ്രസന്റ് ചെയ്ത കാറുണ്ടാവും ഡൗറി എന്ന നിലയിൽ. ആ കാറിൽ ചിലപ്പോൾ ഒരു കല്യാണത്തിന് പോകുമ്പോ ഈ ഭർത്താവ് കയറാൻ പോകുമ്പോ ഭാര്യയോട് ഇത് കുറച്ച് ആളുകൾ ബസ്സിൽ വന്നു. എന്താ? വാല്യൂ ചെയ്യുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ വാല്യൂ ചെയ്യുന്ന മതിപ്പ്, എന്റെ ഭാര്യയെ കുറിച്ച് എനിക്ക് മതിപ്പുണ്ടാവുക, മറ്റൊരുത്തരുടെ ഭാര്യയെ കുറിച്ച് അയാൾ മതിച്ചോട്ടെ, എന്റെ ഭർത്താവിനെ കുറിച്ച് ഭാര്യയെ മതിക്കുക. ആ മതിപ്പാണ് നമുക്ക് നഷ്ടപ്പെട്ടത്, ഈ സ്നേഹമില്ലായ്മയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണെന്നാണ് ഞാൻ പറയുന്നത്. സോ ഇറ്റ്സ് 2 o'clock now. നമുക്ക് ഇപ്പൊ ഇവിടെ നിർത്താം. എനിക്കറിയാം നിങ്ങളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നതിന്റെ വിഷമൊന്നും ഇല്ല ആർക്കും. ഇത് എന്റെ മെച്ചമൊന്നുമല്ല, എന്റെ പ്രസന്റേഷൻ ഞാൻ ഐ എം ടച്ചിങ് യുവർ ഹാർട്ട്. I know the topic is